സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മുഅ്മിനുകളാണ്. മുസ്ലിങ്ങളായ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തെ എല്ലാ കാലത്തുമുള്ള സുഖജീവിതം അല്ല. സുഖജീവിതം അല്ലെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ ഇവിടെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇത് അധ്വാനത്തിന്റെയും ക്ഷീണം സഹിക്കുന്നതിന്റെയും സുഹൃതങ്ങൾ സമ്പാദിക്കുന്നതിന്റെയും ഒരു ചെറിയ ലോകമാണ്. ഈ ചെറിയ ലോകത്ത് ദുനിയാവ് ഇത്രയും വിശാലായിട്ട് ഉസ്താദെ ചെറിയ ലോകം എന്നാണോ പറയുന്നത്? പേര് തന്നെ അങ്ങനല്ലേ, ദുനിയാവ് ദുനിയാ ദുനിയാ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുത്. ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ഇത് ചെറുതാണ്. അവിടെയുള്ള അനന്തമായ സുഖങ്ങളിലേക്കും സൗകര്യങ്ങളിലേക്കും വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്. ഈ ചെറിയ ലോകത്ത് ചെറിയ ആയുഷ്കാലം മാത്രമാണ് അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത്. ആ ആയുഷ്കാലം അവന്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്തി സന്തോഷം അല്ലാഹു തആല നിറച്ചു വെച്ചിരിക്കുന്ന സ്വർഗ്ഗലോകത്ത് സംഗമിക്കാൻ കഴിയണം. അതിന് കാരണമാകുന്ന ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. സ്വർഗത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാരും വിചാരിച്ച് നല്ല എളുപ്പമുള്ള സംഗതിയാണ്. സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസ് വന്നപ്പോ സ്വഹാബത്തൊക്കെ പേടിച്ചുപോയി. സ്വഹാബിമാര് സ്വർഗത്തിലാണെന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് അവർക്ക് സ്വർഗീയ സന്തോഷ വാർത്ത അറിയിച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ ഖൗഫ് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. നാളെ ആഖിറത്തിലെ ഒരു ദിനത്തെ പറ്റി പറഞ്ഞപ്പോ സ്വഹാബത്ത് അന്ന് രാത്രി ഉറങ്ങാൻ കഴിയാതെ വിഷമിച്ചു. ഭക്ഷണം ഒന്നും കഴിക്കാതെ അവർ മാറ്റിവെച്ചു. ഭക്ഷണമുണ്ടാക്കാൻ അവര് മുന്നോട്ട് വെച്ച അടുപ്പിന്റെ മുകളിലുള്ള ചട്ടി അതങ്ങനെ തന്നെ വെച്ചു. ഇവിടെ ചട്ടി തന്നെയല്ലേ പറയാം, വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചീത്തോറെന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ ഉണ്ട്. രാവിലെ നേരം വെളുത്തു നോക്കുമ്പോ അതിലുള്ള വെള്ളം തിളച്ചിട്ടില്ല, അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല. അവര് ഭയന്നുപോയി, ബേജാറായി പോയി. ആഖിറത്തിലെ ഒരു ദിനത്തെ പറ്റി പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചിന്തിക്കുന്നു, അല്ലാഹ് ആ ദിവസത്തിൽ ഞങ്ങളെ കൂട്ടത്തിൽ രക്ഷപ്പെടുന്നവനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുട്ടികളൊക്കെ നിരക്കുന്ന ഒരു ദിവസമുണ്ട്. ദുനിയാവിലല്ല സഹോദരങ്ങളെ, ആഖിറത്തിലാണ്. യൗമൻ യജഅലുൽ വിൽദാനു ശിബാ. കുട്ടികൾക്ക് നര ബാധിക്കുന്നത് നിങ്ങൾ ദുനിയാവിൽ കണ്ടിട്ടുണ്ടോ? മരുന്നിന്റെ എഫക്ട് കൊണ്ട്, ഒരു പക്ഷേ സൈഡ് എഫക്ട് കൊണ്ട് അങ്ങനെ വന്നേക്കും. ഇത് നാളൊരൊറ്റ നിർദ്ദേശം കേൾക്കുമ്പോ ചെറിയ മക്കളൊക്കെ നരബാധിച്ചു പോകും. കുറ്റം ചെയ്യാത്ത ചെറിയ കുട്ടികൾ വരുന്ന സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. സ്വർഗത്തിൽ കുട്ടികളുണ്ടല്ലോ, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. കുട്ടിത്തം വിടാത്ത കാലാകാലം കുട്ടികളായി നിൽക്കുന്ന കുട്ടികൾ സ്വർഗത്തിലുണ്ട്. ആരാണ് ആ കുട്ടികൾ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ പക്ഷാന്തരമുണ്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, ആ കുട്ടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഅ്മിനീങ്ങളുടെ മക്കളാണ്. അതിനെ ഗണ്ണിച്ചുകൊണ്ട് മറ്റു ചില പണ്ഡിതന്മാര് പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ കുട്ടികളാകൂല. കാരണം മുഅ്മിനീങ്ങളുടെ മക്കൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ മക്കൾ, ആ മക്കളെ ബാപ്പയും ഉമ്മയും വിട്ടുകൊടുക്കൂല. അവരെ കൂടെ നിൽക്കാനേ ബാപ്പയും ഉമ്മയും അവിടെ ഈ കുട്ടികളെ കൂടെ നിർത്തും സന്തോഷത്തിന്. അപ്പൊ പിന്നെ ചില പണ്ഡിതന്മാര് പറഞ്ഞു, അത്ഫാലുൽ കുഫാർ, സത്യനിഷേധികൾക്ക് മരണപ്പെട്ടു പോകുന്ന ചെറിയ മക്കളില്ലേ, ആ മക്കളെയാണ് അല്ലാഹു തആല സ്വർഗത്തിൽ ഖാദിമീങ്ങളാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെയും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പാനീയങ്ങളുടെ പാത്രങ്ങളുമായി കുട്ടികൾ ഇങ്ങനെ സ്വർഗത്തിൽ ചുറ്റിക്കറങ്ങും. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. വ്യത്യസ്ത ആകൃതിയിലുള്ള കോപ്പകളും പാത്രങ്ങളുമായി കൈപിടുത്തമുള്ളതുണ്ട്, പിടുത്തമില്ലാത്തതുമുണ്ട്. സൈഡിൽ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന കോപ്പയുണ്ട്, സൈഡിൽ പിടുത്തമില്ലാതെ മൊത്തത്തിൽ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുന്നതുമുണ്ട്. രണ്ട് രൂപത്തിലുമുള്ള പാനപാത്രങ്ങളുമായി സ്വർഗീയരുടെ മുന്നിലൂടെ ഈ കുട്ടികൾ അങ്ങനെ കറങ്ങും.
ആവശ്യമുള്ള ആളുകളെ കാണുമ്പോൾ അവർ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പാനപാത്രത്തിലുള്ള വെള്ളം തീർന്നു പോകൂല. എത്രയാണോ ഒഴിച്ചു കൊടുക്കുന്നത് അതിനനുസരിച്ച് അവരങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ദാഹത്തിന് വേണ്ടിയാണോ? അല്ല. ആരോഗ്യത്തിന് വേണ്ടിയാണോ? അല്ല. ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണ്. സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാനല്ല, ആരോഗ്യം സംരക്ഷിക്കാനല്ല, ദീർഘായുസ് ലഭിക്കാനല്ല, നല്ല മെനക്കെട്ടുകൊണ്ട് കഷ്ടപ്പെടുന്ന പണിയെടുക്കാൻ വേണ്ടിയുമല്ല, ആനന്ദത്തിന് വേണ്ടിയാണ്, ഉല്ലാസത്തിന് വേണ്ടിയാണ്. പാനീയം കുടിക്കുന്നതും അതിനു വേണ്ടിയാണ്. ആ സുഖലോക സ്വർഗത്തിലേക്ക് എല്ലാവരെയും ആനയിക്കപ്പെടുന്നതിന്റെ മുമ്പ് മഹ്ശറിൽ വെച്ചൊരു നിർദ്ദേശം വരുന്നു. അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം അവരെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാന്മാർ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നു, ആദം നബിയെ, നിങ്ങളെ മുതുകിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ആളുകളെയും നരകത്തിലേക്കുള്ള ആളുകളെയും ഒന്ന് വേർതിരിച്ചു വെക്കൂ. നിങ്ങളെ മുതുകിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ളവരെയും നരകത്തിലേക്ക് പോകാനുള്ളവരെയും ഒന്ന് മാറ്റിവെക്കൂ. എല്ലാവരും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികളാണ്. നമ്മളും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ലോകത്തുള്ള എല്ലാ ആണും പെണ്ണും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളാണല്ലോ. അവിടുത്തെ മുതുകിൽ നിന്നാണല്ലോ എല്ലാവരും ഉൽപ്പാദിപ്പിച്ചു വന്നത്. അപ്പൊ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വർഗത്തിലേക്കുള്ളവരെയും നരകത്തിലേക്കുള്ളവരെയും മാറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മഹാൻ ചോദിച്ചു, എത്രയാണ് അതിന്റെ കണക്ക്? അല്ലാഹ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറ്റി നിർത്തേണ്ടതിന്റെ കണക്കെത്രയാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, നാളെ ആഖിറത്തിൽ പറയുന്നത് നമ്മളൊക്കെ കേൾക്കും. ഇപ്പറയുന്നത് കേൾക്കുമ്പോഴാണ് ചെറിയ കുട്ടികളൊക്കെ നരബാധിച്ചു പോകുന്നത്. ചെറിയ കുട്ടികൾ 5 വയസ്സ് 4 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളൊക്കെ നരബാധിക്കുന്നു. അല്ലാഹു പറയുന്നു, മിൻ കുല്ലി അൽഫിൻ തിസ്അതൻ വതിസ്ഈന വതിസ്അമിഅ ഇലന്നാർ. ഓരോ 1000-ൽ നിന്നും 999 ആളുകളെ നരകത്തിലേക്ക് മാറ്റിവെക്കൂ. സ്വർഗത്തിൽ പോകുന്നത് 1000-ൽ ഒരാള് മാത്രമാണ്. 10,000 ആളാകുമ്പോ 10 ആള്, 1,00,000 ആളാകുമ്പോ 100 ആള്. ഒന്ന് കൂട്ടി നോക്കൂ സഹോദരങ്ങളെ. ബഹുഭൂരിപക്ഷം ആളുകളും സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ്. സ്വർഗത്തിന് വേണ്ടി നല്ലോണം അധ്വാനിക്കണം, നല്ലോണം പ്രാർത്ഥിക്കണം, നല്ലോണം ചിന്തിക്കണം. വെറുതെ നൽകപ്പെടുന്ന ഒന്നല്ല സ്വർഗം. 1000-ൽ നിന്ന് 999 ആളുകളെ നരകത്തിലേക്കും ഒരാളെ സ്വർഗത്തിലേക്കും ആക്കുമെന്ന് പറഞ്ഞപ്പോ അന്ന് സ്വഹാബിമാര് രാത്രി മുഴുവനും പേടിച്ച് വിറച്ച് കരഞ്ഞ് രാത്രി ഉറക്കമൊഴിച്ച രാത്രിയാണ്. അവരെല്ലാരും നേരം വെളുത്തപ്പോ ചോദിക്കുന്നത്, അയ്യുനാ ദാലിക്കൽ വാഹിദ്, അയ്യുനാ ദാലിക്കൽ വാഹിദ്, ഞങ്ങളിൽ ആ ഒരാള് ആരാണ് നബിയേ? 1000-ൽ നിന്ന് ഒരാള് സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആ ഒരാള് ആരാണ്? പേടി കൊണ്ടെന്നവര് ഭക്ഷണം പാചകം ചെയ്തില്ല, അവര് വിരിച്ച് കിടന്നുറങ്ങിയില്ല, കണ്ണിൽ ഉറക്കം വന്നില്ല. ഭൗതിക പേടി കൊണ്ട് നമുക്ക് ഉറക്കം വരാത്ത രാത്രികൾ ഉണ്ടാകാം. നമ്മളെ അന്വേഷിച്ച് പോലീസ് വരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ഉറക്കം വരുമോ സഹോദരങ്ങളെ? നിന്നെ ക്രിമിനൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നോട്ടീസിൽ നിന്റെ പേരവിടെ പരിസരത്ത് ഒട്ടിച്ചു വെച്ചത് കണ്ടിട്ടുണ്ട്. നിന്നെ തെരയാൻ നാടിന്റെ പല ഭാഗത്തും ആളുകൾ പോയിട്ടുണ്ട് എന്നൊരാളോട് പറയപ്പെട്ടാൽ അയാൾക്ക് ഉറക്കം വരുമോ?
അയാൾക്ക് സങ്കടങ്ങൾ കൂടുമോ? ഇത് ഈ ലോകത്തെ പറ്റി ചിന്തിച്ചിട്ടല്ല, പരലോകത്തെ പറ്റി ആലോചിച്ചാണ്. അന്ന് ഭക്ഷണം പാചകം ചെയ്യാതെ, വിരിപ്പ് വിരിച്ചൊന്ന് ഉറങ്ങാതെ, പായ വിരിച്ചൊന്ന് കിടക്കാതെ, ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ സ്വഹാബ നേരം വെളുക്കും വരെ ചിന്തയിലാണ്. അവരെ മനസ്സിലൂടെ മിന്നി മറയുന്ന ചോദ്യം എന്താണ്? അയ്യുനാ ദാലിക്കൽ വാഹിദു, അയ്യുനാ ദാലിക്കൽ വാഹിദു. ആ ഒരാള് ഞങ്ങളെ കൂട്ടത്തിലാരാ? അപ്പോ ഉസ്താദേ, നമ്മളെ കൂട്ടത്തില് നാട്ടിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഇപ്പൊ കാണുന്ന മുസ്ലിങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് പോകൂലേ? എന്താ സഹോദരങ്ങളെ നിങ്ങൾ കരുതുന്നത്? സ്വർഗത്തിലേക്ക് പോകാൻ എത്ര കറകളഞ്ഞ ഈമാന് വേണം, ശിക്കില്ലാത്ത ഈമാന് വേണം, നിഫാഖ് ബാധിക്കാത്ത ഈമാന് വേണം, ഫിസ്ക് ബാധിക്കാത്ത ഈമാന് വേണം, കുഫർ ബാധിക്കാത്ത ഈമാന് വേണം. അചഞ്ചലമായ ഈമാനുള്ളവരെ സ്വർഗത്തിലെത്തൂ. നിഫാഖിന്റെ കാരണം കൊണ്ടല്ലേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നരകത്തിൽ പോയത്? നിഫാഖിന്റെ കാരണം കൊണ്ടല്ലേ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നരകത്തിൽ പോയത്? അവരിന് സ്വർഗത്തിലെത്തുമോ? നബിമാരുടെ ഭാര്യമാരായി ജീവിച്ചു എന്ന മേൽവിലാസത്തില് ആ ഭാര്യമാരിൽ നല്ല മക്കളെ കൊടുത്തു എന്നതിന്റെ പേരിൽ അവര് സ്വർഗം കാണുമോ? സ്വർഗത്തിലെത്തുമോ? വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. നരകത്തിൽ കടക്കുന്നവരെ കൂടെ നിങ്ങളും അങ്ങ് കടന്നോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് പറയുമെന്ന് അല്ലാഹു ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോ, ആ നബിമാർക്ക് ഈ ഭാര്യമാര് ഖിദ്മത്ത് എടുത്തിട്ടില്ലേ? ഭാര്യമാരായി വർത്തിച്ചിട്ടില്ലേ? നൂഹ് നബിന്റെ ആ ഭാര്യയിലല്ലേ സാമു, ഹാമു, യാഫിസ്? പിന്നീട് മനുഷ്യകുലം മുഴുവനും ലോകത്ത് വികസിച്ച 3 മക്കൾ ആ സന്താന പരമ്പരയിൽ നിന്നല്ലേ ലോകത്ത് മുഴുവനും മനുഷ്യർ വ്യാപിച്ചത്? ഈ 3 മക്കളെയും നൽകിയത് ആ ഭാര്യയല്ലേ? വിശ്വാസിനികളായ 2 പെൺകുട്ടികളെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ കൊടുത്തതല്ലേ? ഇതേതെങ്കിലും മേൽവിലാസത്തില് സ്വർഗത്തിലെത്തുമോ? സ്വർഗത്തിലെത്താനൊക്കുമോ? അനാവശ്യം ചെയ്തതിന്റെ പേരിലല്ല, വ്യഭിചാരം ചെയ്തതിന്റെ പേരിലല്ല, നിഫാഖ് ഖൽബിൽ വന്നുപോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാന് ഒരു കറയും ബാധിക്കാൻ പാടില്ല. ഇപ്പോഴുള്ള യുവ സമൂഹം മുഴുവനും യുക്തിവാദിത്വത്തിന്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. ഈമാന് നല്ലോണം കാത്തു, ആരും അതിന് ശഫാഅത്ത് ചെയ്യാൻ വരില്ല. ഈമാന് നഷ്ടപ്പെട്ടു പോയാൽ റെക്കമെൻഡിന് ഒരൊറ്റ കുട്ടി വരൂല. ദുനിയാവിൽ എന്ത് പ്രതിസന്ധിയിലും എന്ത് സന്തോഷത്തിലും കൂടെ നിന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈമാന് നഷ്ടപ്പെട്ടു പോയി നരകത്തിലാണ് കിടക്കുന്നതാണെങ്കിൽ ശഫാഅത്തിനാരും വരൂല. ഒരു ചോദ്യം പോലും അല്ലാഹുവിനോട് ചോദിക്കൂല. ഒരു വെള്ളം മക്കടക്കുന്ന വാപ്പക്ക് സ്വർഗത്തിൽ നിന്ന് മക്കൾ ഒരുക്കി കൊടുക്കൂല. അക്കടക്കുന്ന ഉമ്മക്ക് അക്കടക്കുന്ന മക്കൾക്ക് സ്വർഗത്തിൽ നിന്നൊരു പഴം പോലും കൊടുക്കൂല. എന്താ സ്വർഗക്കാർ അവരോട് പറയാ? ഇന്നല്ലാഹ ഹറമഹും അലൽ കാഫിരീൻ. നിങ്ങൾക്ക് വിശ്വാസമല്ല, അതുകൊണ്ട് ഇവിടുത്തെ വെള്ളം തരാൻ പറ്റൂല, ഇവിടുത്തെ ഭക്ഷ്യവസ്തുക്കൾ ഒന്നും തരാൻ പറ്റൂല. നിങ്ങൾ വിശ്വാസമില്ലാതല്ലേ നരകത്തിൽ പെട്ടുപോയത്? ഒന്നും തരാൻ പറ്റൂല, അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. നമ്മൾ നല്ലോണം കരുതണം ഈമാന്റെ വിഷയത്തിൽ, നല്ലോണം പേടിക്കണം. നമ്മൾ ഈമാൻ ഒരു നിലക്കും സംശയത്തിൽ പെട്ടുപോകരുത്. ഒരു വിദഗ്ധകാരന്റെ ഏതെങ്കിലും ഒരു ഭാഷ കേട്ടിട്ട് അതിലും ശരിയുണ്ടെന്ന് ചിന്തിച്ചു പോകരുത്. ഒരു ഫാസിഖിന്റെ എന്തെങ്കിലും ഒരു ക്ലാസ് കേൾക്കുമ്പോ അതാണ് ശരിയെന്ന് ആലോചിച്ചു പോകരുത്. ഞാൻ എന്റെ സഹോദരീ സഹോദരങ്ങളോട് പറയട്ടെ, ഈ മൊബൈൽ യുഗം വന്നതിന്റെ പേരിൽ എത്ര ആളെ ഈമാനാ പോയി പോയത്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ അവരോട് വേദം ഓതിക്കൊടുത്തിട്ട് കാര്യമുണ്ടോ?
ഞങ്ങളെ ബുദ്ധിക്ക് അങ്ങനെയാ തോന്നുന്നത് എന്നവര് പറയും. സുബ്ഹാനല്ലാഹ്, നിസ്കാരമുണ്ടോ? നിസ്കാരമുണ്ട്. നോമ്പുണ്ടോ? നോമ്പുണ്ട്. സക്കാത്തുണ്ടോ? സക്കാത്തുണ്ട്. ഈമാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സയസ്തി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിനൊരു കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു വിഭാഗമുണ്ട്. യുസല്ലൂന ഫിൽ മസ്ജിദി, പള്ളിയിൽ പോയി തന്നെ അവർ നിസ്കരിക്കും. നിങ്ങൾ നോമ്പ് നോൽക്കും പോലെ അവർ നോമ്പ് നോൽക്കും. നിങ്ങൾ ചെയ്യുന്ന സുഹൃതങ്ങളൊക്കെ അവർ ചെയ്യും. വലൈസ ഫീഹിം ഈമാൻ, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരിൽ ഈമാനില്ല. ഈമാനില്ലാത്തവൻ സ്വർഗത്തിൽ കടക്കുമോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞില്ലേ, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സൽക്കാരമായ ലോകത്തേക്ക് എല്ലാ മനുഷ്യരെയും ക്ഷണിച്ചപ്പോ, സദ്യ ഒരുക്കിയിട്ട് ഒരാള് ഒരു സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചപ്പോ ആ സൽക്കാരത്തിലേക്ക് വന്ന ആളുകളുമുണ്ട്, വിട്ടുനിന്നവരുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സൽക്കാരത്തിന് ക്ഷണിക്കാൻ അല്ലാഹു വിട്ടത് എന്നെയാണ്. സൽക്കാരം എന്ന് പറയുന്നത് സ്വർഗലോകമാണ്. കുല്ലുമൻ അത്വഅനി, എന്നെ അനുസരിച്ചവര് മുഴുവനും, എനിക്ക് വഴിപ്പെട്ടവര് മുഴുവനും അവർ സൽക്കാരത്തിന് വേണ്ടി സ്വർഗത്തിലെത്തിപ്പോയി. അതേ സമയത്ത് വിസമ്മതിച്ചു നിന്നവരോ മാറി നിന്നവരോ അവര് സ്വർഗത്തിലെത്തൂല. അതുകൊണ്ട് ഈമാന് നല്ലോണം ആലോചിക്കണം, നല്ലോണം ചിന്തിക്കണം. സഹോദരങ്ങളെ, മുനാഫിക്കുകൾ മുഅ്മിനീങ്ങളോട് ആഖിറത്തിൽ വെച്ച് പറയുന്നില്ലേ, പ്രകാശത്തിന്റെ പുതുമയുമായി മുഅ്മിനീങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന നൂർ എത്രമാത്രം വലിയ നൂറാണ്. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരെ മുന്നിൽ മുഴുവനും നൂറാണ്, വലത്തെ ഭാഗത്തും നൂറാണ്. അമലിന്റെ തോതനുസരിച്ച്, ഈമാനിന്റെ കട്ടി അനുസരിച്ച് ആ നൂറിനും കട്ടി കൂടുന്നുണ്ടേ. എല്ലാവരെ നൂറും ഒരുപോലെയല്ല, എല്ലാവരെ വെളിച്ചവും ഒരുപോലെയല്ല. ഏറ്റവും ഡിഗ്രി കുറഞ്ഞ വെളിച്ചമാരുടേതാണെന്നറിയോ? കാലിന്റെ തള്ളവിരലിൽ മാത്രം നല്ല വെളിച്ചം കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിലപ്പോഴൊക്കെ അത് ആ തള്ളവിരൽ പ്രകാശിക്കുന്നു. പ്രകാശിക്കുമ്പോ അയാൾ മുന്നോട്ട് പോകുന്നു, കെടുന്ന നേരത്തെ അയാൾ പിറകോട്ട് നിൽക്കുന്നു, പിന്നെയും പ്രകാശിക്കുമ്പോ മുന്നോട്ട് പോകുന്നു. രക്ഷപ്പെട്ടാൽ സ്വർഗത്തിലെത്തി, തപ്പിത്തടഞ്ഞ് വീണുപോയാൽ നരകമെന്ന പാതാളത്തിലെത്തി. ആ പ്രകാശത്തിന്റെ ഊക്കുമായി മുഅ്മിനീങ്ങൾ നൂറുമായി പോകുമ്പോ പിന്നാലെ വന്നിട്ട് മുനാഫിക്കുകൾ പറയുന്നത് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നില്ലേ, ഒന്ന് നിൽക്കണേ, അലം നകും മഅകും, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? ജുമഅക്ക് ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ നാട്ടിൽ പള്ളിക്ക് ജമാഅത്തിന് ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? കല്യാണത്തിന് ഞങ്ങളും വന്നിരുന്നില്ലേ? മറവ് ചെയ്യുന്ന ജനാസയോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? മയ്യത്ത് നിസ്കാരത്തിന് ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾക്കും ഒന്ന് നൂറ് തരുമോ? ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങൾ വിഷമത്തിലാണ്, ഞങ്ങൾക്ക് അശേഷം നൂറ് കിട്ടിയിട്ടില്ല. നിങ്ങളെ നൂറിൽ നിന്നൊരു ശകലം ഒന്ന് ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യോ? നിങ്ങളെ നൂറിൽ നിന്നൊരു ചെറിയ കണിക, ഒരു പ്രകാശത്തിന്റെ ചെറിയ ഒരു തുങ്ങൽ നിങ്ങളെ നൂറിൽ നിന്ന് ഞങ്ങളൊന്ന് എടുത്തോട്ടെ, ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമോ? ഇരുട്ടിൽ തപ്പുന്ന മുനാഫിഖ് വർഗം പറയും, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുമോ? യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, ആണുണ്ട് പെണ്ണുണ്ട്. മുനാഫിഖൂനയും മുനാഫിഖാത്തും, കപട വിശ്വാസികളും വിശ്വാസിനികളും, രണ്ടു കൂട്ടരും പറയും, ഒന്ന് നിൽക്കുവോ? എന്ത് വലിയ നൂറാ അല്ലാഹു തന്നത്! എന്താണ് ഈ മുഅ്മിനീങ്ങളെ നൂറിന് വേണ്ടി കാര്യമായി കാത്തു സൂക്ഷിച്ചത്? ഈമാന് കേടുവരുത്തിയില്ല, ഈമാന് കേടുവരുത്തിയിട്ടില്ല. ഈമാന് വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് നടന്നു. ഈമാൻ അപകടം വരുത്തുന്ന ഒരു വിഷയത്തിലേക്കും ഒരു പോയില്ല.
കുഫറിന്റെ ഒരു മാർഗവും ഇഷ്ടപ്പെട്ടില്ല. അന്യ മുസ്ലിം സഹോദരി സഹോദരനോട് ഞാൻ പറയട്ടെ, വിശ്വാസമില്ലാത്ത ആളുകൾ, കാഫിരീങ്ങൾ, അവരെന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളോ മറ്റോ ഒക്കെ സംഘടിപ്പിക്കുമ്പോ നമുക്കത് സന്തോഷമായിട്ട്, ഉത്സവമായിട്ട്, ഹൃദയത്തിന് ഹാരിയായിട്ട്, ആനന്ദമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? നമ്മളെ ഖൽബിന് കുഫറിന്റെ മണമുണ്ട്. നമ്മളെ ഖൽബിന് കുഫറിന്റെ മണമുണ്ട്. നല്ല ഉഷാറുണ്ടല്ലേ, നല്ല റാഹത്തുണ്ടല്ലേ, കാണാൻ എന്ത് ചുരുക്കുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സവിധത്തിൽ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ രണ്ട് പത്നിമാർ, രണ്ട് മഹദിമാർ, നമ്മുടെ ഉമ്മമാരിൽപ്പെട്ട രണ്ട് ഉമ്മമാർ, ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും സയ്യിദത്തുനാ ബീവി മൈമൂന റളിയല്ലാഹു അൻഹയും ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് അവരൊരു ചർച്ച് കണ്ടു. സഹീഹ് ബുഖാരിലൊക്കെ കാണാം ഹദീസ്. ഒരു ചർച്ച് കണ്ടു, നല്ല ഭംഗിയിൽ, കണ്ടാൽ ആരും നോക്കിയിട്ട് പിന്നെയും പിന്നെയും നോക്കി പോകും. അങ്ങനെ ഈ ചർച്ചിനെ പറ്റി, അത് അവരുടെ ആരാധനാ കേന്ദ്രമാണ്, അതിനെപ്പറ്റി ഇവരിവിടെ വന്നിങ്ങനെ സംസാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ വെച്ച്. തങ്ങൾ ഉടനെ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ആ മഹത്വം ഇവിടെ പറയണ്ട, ആ മഹത്വവും ആ പുതുമയും ഇവിടെ പറയണ്ട. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, യഹൂദി നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, ശാപമുണ്ട്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവരുടെ അംബിയാഇന്റെ ഖബറുകളെ നിസ്കാര കേന്ദ്രങ്ങളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി അവർ മാറ്റി. ഒരൊറ്റ ഖബറിടത്തിലും മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നില്ല, സുജൂദ് ചെയ്യുന്നില്ല. നിസ്കരിക്കുന്നത് പള്ളിയിലാണ്, അല്ലാഹുവിന് മാത്രമാണ്. ഇവര് ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി അംബിയാഇന്റെ ഖബറുകളെ. വസവ്വറൂ ഫീ തിൽക സുവറാ, എന്നിട്ട് ആരാധനാലയങ്ങളിൽ ഇവർ ചിത്രങ്ങൾ കൊത്തിവെച്ചു. ഉലൈക ഹും ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ വളരെയധികം ദുഷ്ടന്മാരാണ് അവര്. അതുകൊണ്ട് ആ മഹത്വം ഇവിടെ വന്ന് പറയണ്ട. അത് നിങ്ങൾക്ക് കണ്ടിട്ട് നല്ല ഉഷാറായി എന്ന് തോന്നിപ്പോകണ്ട, തിരക്കേടില്ല എന്ന് ചിന്തിച്ചു പോകണ്ട. സാധാരണ രൂപത്തിനൊന്ന് കാണുമ്പോ ചൊങ്കും ചൊറുക്കും കൂട്ടിയിട്ട് കണ്ടൊരു ബിൽഡിങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ പറഞ്ഞു, അവരാ നിർമ്മാണ കലകളെ പറ്റി, അവരെ പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് ചിന്തിച്ചു പോകരുത്, അവരാഘോഷങ്ങൾ നല്ലതാണെന്ന് വിലയിരുത്തി പോകരുത്, മനസ്സിലാക്കി പോകരുത്, സഹകരിച്ചു പോയിട്ട് തിരക്കടില്ല, അങ്ങനെയൊക്കെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് ചിന്തിച്ചു പോകരുത്. നമ്മളെ മനസ്സിൽ കുഫർ മണത്ത് പോകും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മുനാഫിഖാത്ത് പറയും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുമോ? നിങ്ങൾക്ക് അല്ലാഹു തന്ന നൂറിൽ നിന്ന് ശകലം ഞങ്ങൾ ഒന്ന് എടുത്തോട്ടെ. മുഅ്മിനീങ്ങളെ മറുപടി എന്താണ്? ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറാ, പിറകോട്ട് പോയിക്കോളൂ, കിട്ടുന്ന സ്ഥലത്ത് 100 വാങ്ങിക്കോളൂ, കിട്ടുന്ന സ്ഥലത്തുനിന്ന് 100 വാങ്ങിക്കോളൂ. സഹോദരങ്ങളെ, കിട്ടുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിക്കോളൂ, ഞങ്ങൾ തരൂല. ഒരൊറ്റ മുഅ്മിനും ഒരു മുനാഫിഖിനും 100 കൊടുക്കൂല. അല്ല കൊടുത്ത 100ൽ നിന്നൊരു ചെറിയ കണിക പോലും, ഒരു ശകലം പോലും വിട്ടുകൊടുക്കൂല. ചോദിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ഫളുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ്, മുഅ്മിനീങ്ങൾക്കും മുനാഫിഖുകൾക്കും ഇടയിൽ നല്ല ഒരു മറയിട്ട് പോയി. പിന്നെ മുനാഫിഖുകൾ നോക്കിയിട്ട് മുഅ്മിനീങ്ങളെ കാണുന്നില്ല, അവര് നേരെ സിറാത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഇവര് വിളിച്ചു പറയുന്നുണ്ട്, അലം നകും മഅകും, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? വിശ്വാസികൾ പറയുന്നു, ബലാ, അതൊക്കെ ശരി തന്നെയാണ്. വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബതും വഗറത്കുമുൽ അമാനിയു ഹത്താ ജാ അംറുല്ലാഹ് വഗറക്കും ബില്ലാഹിൽ ഗറൂർ.
നിങ്ങളെ മനസ്സ് നിങ്ങളെ പറ്റിച്ചു കളഞ്ഞു. വലാകിന്നകും വതന്തും അൻഫുസകും, നിങ്ങളെ മനസ്സുകളെ ദുഷിപ്പിച്ചു. നിങ്ങൾക്ക് സംശയം വന്നു, നിങ്ങൾ പലതും ഇങ്ങനെ വരുമോ എന്ന് കാത്തിരുന്നു. നിങ്ങളെ സംശയം തന്നെ ദുനിയാവെന്ന് മാറിയിട്ടില്ല. അള്ളാഹുവിൽ നിങ്ങൾക്ക് സംശയമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംശയമാണ്. മഹാന്മാരായ അമ്പിയാക്കളിൽ ഔലിയാക്കളിൽ സംശയമാണ്. ശുഹദാക്കളിൽ സംശയമാണ്. ലോകത്തൊരു മുസ്ലിമിനോ അമുസ്ലിമിനോ തർക്കമില്ലാത്ത സംസം വെള്ളത്തിൽ പോലും നിങ്ങൾക്ക് സംശയമാണ്. എല്ലാത്തിനും സംശയം. ഇല്ല സംശയമില്ലാത്ത പള്ളി കയറിയിട്ട് ഇങ്ങനെ ഇരുന്നാൽ കൂലി കിട്ടുമോ എന്നുള്ളത് അതും വേണം അന്വേഷിക്കുക. അങ്ങനെ ഒരു കൂലി ഉണ്ടാകും. പള്ളിയിൽ ഇങ്ങനെ കയറുന്നതുകൊണ്ട് എന്ത് കൂലി കിട്ടാനാ? കാരണം അവരെ ബുദ്ധിയിലേക്ക് അവരെ യുക്തിയിലേക്ക് അതൊന്നും തുളച്ചു കയറുന്നില്ല. യുക്തി മാത്രം വെച്ചിട്ട് മണത്തു നോക്കാണ്. ശരിയാണോ അല്ലേ? ആരെ യുക്തി സഹോദരങ്ങളെ? ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമാക്കിയിരുന്ന മഹാപണ്ഡിതന്മാര് ആ ഹദീസ് അനുസരിച്ച് അമല് ചെയ്തപ്പോൾ അവരെ യുക്തി മുഴുവനും ഹദീസിന് പിൻപറ്റിപ്പോയി, ഇൽമിന് വണങ്ങിപ്പോയി. അവരെ യുക്തി മുഴുവനും അവരെ ഇൽമിന് കീഴ്പ്പെട്ടുപോയി. യുക്തി അവർ മുന്നോട്ട് വെച്ചില്ല. അവരത്ര ബുദ്ധിയോ അവരെ ശിഷ്യന്മാരെ ബുദ്ധിയോ ശിഷ്യന്മാരുടെ ബുദ്ധിയോ ഇല്ലാത്ത സമൂഹത്തിന്റെ യുക്തിക്ക് എത്രമാത്രം വലിയ പ്രസക്തി ഉണ്ടാവും. എന്നിട്ട് സംശയങ്ങളാണ്, തുരുതുരാ സംശയങ്ങൾ തീരുന്നില്ല. എല്ലായിടത്തും സംശയം. ദ്വാരക്കുന്ന സമയത്ത് അവിടെ സംശയം. ദ്വാരക്കണോ? ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതിയിട്ട് അങ്ങനെ ഒരു ദ്വാ ഉണ്ടോ? ഫാത്തിഹ ഓതി ദ്വാരുന്ന ദ്വാക്ക് ഉത്തരം കിട്ടുന്നു ലോകത്തെ പഠിപ്പിച്ചത് ആരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളായി ഉറച്ചു നിന്നു. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തല്ല. വേറെ ഫാത്തിഹ ഓതി ദ്വാരുന്നാൽ ഉത്തരം കിട്ടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മതി. നമുക്ക് വേറെ അപ്പുറമൊന്നും വേണ്ട. തങ്ങൾ അങ്ങനെ പറഞ്ഞു, അത് മതി. അത് കുറച്ച് ഇവരിങ്ങനെ അന്വേഷിച്ച് മൗത്ത് വരെ അന്വേഷണം തീരുമോ? സംശയം തീരുമോ? എന്നാ സംശയം തീരുക? വർത്തവത്വം നിങ്ങൾ സംശയിച്ചു പോയി. എല്ലാത്തിലും സംശയിച്ചു പോയി. ഒരു മരിച്ചു കിടക്കുന്ന ഒരാളോട്, ഖബറിലേക്ക് വെക്കുന്ന ഒരാളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ അതിലും സംശയം. സലാം പറഞ്ഞ അങ്ങോട്ട് സലാം കിട്ടണ്ടേ? വെറുതെ എന്തിനാ കിട്ടാത്ത സലാം പറയുന്നത്? എന്തിനാ സംശയമില്ലാത്ത? നിങ്ങളൊരാളോട് സലാം പറയുമ്പോൾ ആളോട് സലാം മടക്കൂലേ? ഇത് മടക്കല്ലാത്ത സലാം എന്തിനാ പറയുന്നത്? അതിന് സംശയം. നമുക്ക് സംശയമല്ല. കാരണം നമ്മൾ പഠിച്ചത് എവിടുന്ന? മഹാന്മാരായ ഉലമാവ് പഠിപ്പിച്ചു, ഖബർ സിയാറത്തിന് പോകുന്ന ആൾ സലാം പറയണം. എന്തേ കാരണം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും സിയാറത്തിന് പോകുമ്പോൾ തങ്ങൾ തുടങ്ങിയത് എങ്ങനെ? സലാം പറഞ്ഞിട്ടാ തുടങ്ങിയത്. അസ്സലാമു അലൈക്കും അഹ്ലൽ ഖുബൂർ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. വ്യത്യസ്ത രീതിയിലല്ലേ തങ്ങൾ ദുആ ചെയ്തത്? എപ്പോഴും ഒരേ രീതിയിലല്ലല്ലോ ദുആ ചെയ്തത്. തങ്ങൾ സിയാറത്തിൽ തെരഞ്ഞെടുത്തത് ഏറ്റവും കൂടുതൽ പകലല്ല, രാത്രിയാണ്. രാത്രി തന്നെ അർദ്ധരാത്രിക്ക് ശേഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തു, എന്റെ വീട്ടിലേക്ക് വരുന്ന എല്ലാ രാത്രിയിലും യഖ്റുജു മിൻ ആഖിറിൽ ലൈൽ, രാത്രിയുടെ അവസാന സമയത്ത് സുബ്ഹിൻ തൊട്ട് മുമ്പുള്ള സമയത്ത് തങ്ങൾ പുറപ്പെടുന്നു. ഇലൽ ബഖീന ജന്നത്തിലേക്ക്. അവിടെ പോയിട്ട് തങ്ങൾ സിയാറത്ത് ചെയ്യുകയാണ്, സലാം പറയുകയാണ്, ദുആ ചെയ്യുകയാണ്. എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രി എന്ന് പറഞ്ഞാല് 9 ദിവസങ്ങളിൽ ഒരു ദിവസമാണ് ആദ്യം ഉണ്ടായിരുന്നത്. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ബീവി സൗദ റളിയല്ലാഹു അൻഹാ മുത്തുനബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ,
എനിക്ക് ഒരു ദിവസമുണ്ടല്ലോ, ഞാൻ അങ്ങയുടെ ഭാര്യമാരിൽപ്പെട്ടൊരു ഭാര്യയാണല്ലോ, എന്റെ അടുത്തേക്ക് വരുന്ന ദിവസം തങ്ങൾ പകല് വന്നാൽ മതി, എന്റെ രാത്രി ഞാൻ ആയിഷ ബീവിക്ക് വേണ്ടി ദാനം ചെയ്തു നബിയേ. ലോകത്തൊരു പെണ്ണും ചെയ്യാത്ത ദാനമാണ്. എത്ര വലിയ സ്വതക്കയാണ് ബഹുമാനപ്പെട്ട സൗദ ബീവി റളിയല്ലാഹു അൻഹ നൽകിയത്. സൗദ ബീവി റളിയല്ലാഹു അൻഹ രാത്രി കുറെ നേരം നിസ്കരിക്കുന്ന മഹദിയാണ്. മിക്ക ദിവസങ്ങളിലും പകൽ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന മഹദിയാണ്. വല്ലാതെ സൂക്ഷ്മയിൽ ജീവിച്ച ഉമ്മയാണ്. ആ സൗദ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എത്രമാത്രം വലിയ സൂക്ഷ്മതയാണെന്നറിയുമോ ഉമ്മമാരെ, സ്വർഗത്തിൽ ആ മഹദിമാരൊന്നും വെറുതെ കടന്നതല്ല. ഒരൊറ്റ പ്രാവശ്യം മുത്തുനബി തങ്ങളോടൊപ്പം ഹജ്ജിന് പോയതിനു ശേഷം പിന്നെ ഹജ്ജിന് പോയിട്ടില്ല, പിന്നെ ഉംറക്ക് പോയിട്ടില്ല. സൗദ ബീവി റളിയല്ലാഹു അൻഹയോട് വന്ന് ചോദിച്ചു, മറ്റുള്ള സഹോദരിമാര് പോകും പോലെ നിങ്ങൾ എന്താണ് ഹജ്ജിനും ഉംറക്കും വർഷാവർഷം പോകാത്തത്? ആ സമയത്ത് നമ്മുടെ ഉമ്മ സൗദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹ് എന്റെ മേൽ ഫർളാക്കിയ ഹജ്ജ് ഞാൻ നിർവഹിച്ചു, ഫർളാക്കിയ ഉംറയും ഞാൻ നിർവഹിച്ചു. വഅമറനില്ലാഹു അൻ അഖിറ ഫീ ബൈതി, എന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി താമസിച്ച് ഇബാദത്ത് ചെയ്യാനും ജീവിതത്തിന് വേണ്ട ചിട്ടകൾ പാലിക്കാനും അല്ലാഹ് എന്നോട് കൽപ്പിച്ചുപോയി. വഖർന ഫീ ബുയൂതികുന്നാ വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ അല്ലാഹ് എന്നോട് കൽപ്പിച്ചില്ലേ, ഞാനത് അംഗീകരിച്ചു, അനുസരിച്ച് വീട്ടിൽ കൂടുകയാണ്. ഫമാ ഖറജത്, മഹദിവിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവിടുത്തെ ജനാസയല്ലാതെ ആ വീട്ടിൽ നിന്ന് പിന്നെ പുറപ്പെട്ടിട്ടേ ഇല്ല. ആ രൂപത്തിൽ ജീവിച്ച സൗദ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ദിവസത്തെ രാത്രി ഞാൻ ആയിഷ ബീവിക്ക് വേണ്ടി ദാനം ചെയ്തു. അന്ന് പകലൊന്ന് തങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് റാഹത്തെടുത്ത് പോയാൽ മതി, രാത്രി ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ. അങ്ങനെയാകുമ്പോ ആയിഷ ബീവിക്ക് 2 ദിവസമാണ്. അത് ആയിഷ ബീവിന്റെ ഒരു മഹത്വം കൂടിയാണ്. മറ്റു ഭാര്യമാർക്കൊക്കെ ഓരോ ദിവസവും, സൗദാ ബീവിന്റെ ദിവസവും കൂടിയിട്ട് 2 ദിവസം കിട്ടിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന 2 ദിവസങ്ങളിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖീൽ പോയി അർദ്ധരാത്രിക്ക് ശേഷം സിയാറത്ത് ചെയ്യുന്നു, സലാം പറഞ്ഞു സിയാറത്ത് ചെയ്യുന്നു, ദുആ ചെയ്യുന്നു. സംശയങ്ങളാണ് അല്ലേ? നേരത്തെ ദുആയിരുന്നിട്ട് ഫാത്തിഹ ഓതി ദുആയിരുന്നിട്ട് ഗൾഫിലേക്ക് ഉസ്താദൊക്കെ വന്ന് ഫാത്തിഹ ഓതി ഒന്ന് ദുആയിരുന്നു, സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞു, സുന്നത്തൊക്കെ നിസ്കരിച്ച് ആയത്തുൽ കുർസിയും ഓതേണ്ട സൂറത്തൊക്കെ ഓതി ദുആയിരുന്നോട്. എന്നിട്ട് വാപ്പാനോട് ഉമ്മാനോട് എല്ലാരോടും പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യാൻ പറ്റിയവർക്ക് മുസാഫഹത്ത് ചെയ്ത് സന്തോഷത്തോടെ ഇറങ്ങിക്കോളൂന്ന് പറഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പിന്നെ ഇവന്റെ മോഡൽ മാറി. ഇവൻ പറയുന്നു, അന്ന് ഓതിയ ഫാത്തിഹക്ക് ഞാൻ തൗബ ചെയ്തു പോയി, അന്നോദിയ ഫാത്തിഹക്കും അന്ന് ചൊല്ലിയ ബദർ ബൈത്തിലൊക്കെ ഞാൻ തൗബ ചെയ്തു പോയി. എത്ര പെട്ടെന്നാണ് അവന്റെ മനസ്സിൽ സംശയം കൂടിപ്പോയത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ സമൂഹത്തിലെ സർവ്വ യുവതീ യുവാക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാനിന് പുഴുക്കുത്തു ബാധിച്ചു പോയാൽ എത്ര സദഖ ചെയ്താലും, എത്ര നിസ്കരിച്ചാലും, എത്ര നോമ്പ് നോറ്റാലും, എത്ര കാരുണ്യ പ്രവർത്തനം നടത്തിയാലും, എത്ര കുടുംബത്തിന് വേണ്ടപ്പെട്ട ആളായാലും, എത്ര മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്താലും, എത്ര ഉസ്താദുമാർക്ക് ഖിദ്മത്ത് ചെയ്താലും, അതൊക്കെ ഒരു പക്ഷേ ഇവിടെയുള്ള എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയായി പരിണമിച്ചേക്കും, അല്ലെങ്കിൽ ചിത്രീകരിക്കപ്പെട്ടേക്കും. ആഖിറത്തിലെത്തുമ്പോ ഈമാനില്ലേ, സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. അതുകൊണ്ട് നിഫാഖ് ബാധിക്കരുത്, ഈമാൻ കാത്തു സൂക്ഷിക്കണം. ഫിസ്ഖ് ബാധിക്കരുത്, ഈമാൻ അങ്ങ് പോയി പോകും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഫാസിഖീങ്ങൾ പോയി കിടക്കുന്ന ലോകം നരകത്തിന്റെ ലോകമാണ്. ഈ ഉമ്മത്തിൽ നിന്ന് എത്ര ഫാസിഖീങ്ങളാ നരകത്തിലേക്ക് പോകുന്നത്. സ്വർഗം നമുക്ക് ആഗ്രഹിക്കാം, ദുആ ചെയ്യാം, അതൊക്കെ എളുപ്പമാണ്. അധ്വാനം വളരെ കൂടുതലാണ്. സ്വർഗത്തിന് വേണ്ടി നല്ലോണം അധ്വാനിക്കണം. സ്വർഗീയസ്ഥരുടെ അടയാളം
അടയാളങ്ങളൊക്കെ ജീവിതത്തിൽ മേളിക്കണം. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞില്ലേ, നരകക്കാരിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഈ ഉമ്മത്തിൽ നിന്ന് 10 വിഭാഗം ആളുകളെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. ഈ ഉമ്മത്തിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്ന് 10 വിഭാഗം ആളുകളെ നരകത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോകുന്നു. സഹോദരങ്ങളെ, അവര് മുഴുവനും നിർവഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഈ ദുനിയാവിൽ അവർ ചെയ്തു കൂട്ടിയ അവരുടെ അശ്രദ്ധ കൊണ്ടും മറ്റും വന്നുപോയ കാര്യങ്ങൾ വല്ലാത്ത കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കിതാബുൽ ഈമാനിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വിഭാഗത്തിലൊന്നും പെടാൻ പാടില്ല. അങ്ങനെ എണ്ണി നോക്കിയാൽ നേരത്തെ പറഞ്ഞ ആ കണക്ക് കറക്റ്റ് ആയിരിക്കും. 1001 എന്ന കണക്ക് വളരെ കറക്റ്റ് ആയിരിക്കും. കാരണം സ്വർഗത്തിൽ പോകുന്ന ആളെന്ന് പറഞ്ഞാൽ അത്രയും ക്ലിയർ ആയ ആളാണ്. അല്ലലും അലട്ടലും ഇതാതെ ക്ലിയർ ആയ ആളാകണ്ടേ സ്വർഗത്തിൽ പോകുന്ന ആൾക്ക്. അതുകൊണ്ടല്ലേ സ്വഹാബത്ത് അത്രയും വലിയ പേടി പേടിച്ചു പോയി. അവരെ കരച്ചിൽ മാറാത്തത് കൊണ്ട്, സങ്കടം തീരാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ബേജാറാകണ്ട, നരകം നിറക്കാൻ അല്ലാഹു തആല ഒരു ഉമ്മത്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് അല്ലാഹു തആല നരകത്തെ നിറക്കും. യജൂജ് മജൂജ് എന്ന് പറഞ്ഞ വലിയ ഒരു സമൂഹം. മനുഷ്യന്മാര് മൊത്തം നോക്കുമ്പോ, നമ്മളെ ഈ സമൂഹം മൊത്തം കൂട്ടി നോക്കുമ്പോ, അവരിലേക്ക് ചേർത്തി നോക്കുമ്പോ അവരെ 10-1 മാത്രമേ നമ്മൾ ഉണ്ടാവുള്ളൂ. അത്രയും വലിയ സമൂഹമാണ് യജൂജ് മജൂജ് എന്ന് പറയുന്ന സമൂഹം. ഖുർആൻ പറഞ്ഞില്ലേ, ഹത്താ ഇദാ ഫുതിഹത് യജൂജു വമജൂജു മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാ വഴികളിലൂടെയും ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും 4 പ്രദേശങ്ങളല്ലാത്ത പ്രദേശങ്ങളിലേക്ക് മുഴുവനും യജൂജ് മജൂജ് ചുരുങ്ങിയ സമയങ്ങളൊക്കെ. അത്രമാത്രം വലിയ ശക്തിയാണ് അവർ. നിങ്ങൾ എന്ത് മതിൽ നിർമ്മിച്ചാലും ശരി, ഗേറ്റ് ഉണ്ടാക്കിയാലും ശരി, ആ ഗേറ്റൊക്കെ 2 അടി അടിച്ചിട്ട് പൊട്ടിച്ചു വലിച്ചെറിയും. അവർക്കൊന്നൊരു പ്രശ്നമല്ല. തുരങ്കങ്ങളോ തടസ്സങ്ങളോ ബിൽഡിങ്ങുകളോ മലകളോ ഒന്നും തടസ്സമില്ല. അത്ര വലിയൊരു സമൂഹത്തെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് നരകത്തെ അല്ലാഹു നടക്കുന്നു പറഞ്ഞപ്പോൾ ആ സ്വഹാബത്തിന് ചെറിയൊരു ആശ്വാസമായത്. 1000-ൽ ഒരാളെ നരകത്തിലേക്കും ബാക്കിയുള്ളവരെ സ്വർഗത്തിലേക്കും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുമ്പോ നിരക്കുന്നതാരാ? പ്രായമുള്ള ആൾക്കാരല്ല. അവർ പണ്ടേ പേടിച്ചു പോയി. ചെറിയ കുട്ടികളടക്കം പേടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ ഈ വിഭജനത്തിന്റെ വിഷയം? അല്ലാഹു തആല കൽപ്പിക്കുന്ന ഈ ഉത്തരവിന്റെ ഈ ഒരു കടുപ്പം എത്ര വലുതാണ്! അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകക്കാരിൽ അല്ലാഹു തആല നമ്മളെ പെടുത്താതിരിക്കട്ടെ. ശറത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട 10 വിഭാഗം ആളുകൾ യസ്ഖത്തുല്ലാഹു അലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരോട് കോപിക്കും. വയുമറു ബിഹിം ഇലന്നാർ, ആ 10 വിഭാഗം ആളുകളെ നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടും. ഞാൻ എന്തിനാണ് സ്വർഗീയക്കാരെ പറ്റി പറയുമ്പോ ആദ്യം നരകക്കാരെ പറ്റി പറയുന്നു എന്നറിയോ? നരകക്കാരിൽ പെടാതെ സൂക്ഷിക്കലാണ് സ്വർഗത്തിൽ പോകാനുള്ള പ്രധാനപ്പെട്ട മാർഗം. സ്വർഗത്തിൽ കടക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്റെ ലിസ്റ്റ്, എന്റെ പേര്, എന്റെ സ്വഭാവം, എന്റെ കർമ്മങ്ങൾ, എന്റെ ചിന്ത, എന്റെ വിശ്വാസം, എന്റെ രഹസ്യവും എന്റെ പരസ്യവും ഒന്നും നരകത്തിൽ പോകുന്ന ആളുകളെ കൂട്ടത്തിലായി പോകരുത് എന്ന് ചിന്തിക്കാനും ഓർമ്മിക്കാനുമാണ് ഈ 10 വിഭാഗം ആളുകളെയും യുമറു ബിഹിം ഇലന്നാർ, നരകത്തിലേക്ക് കൽപ്പിക്കപ്പെട്ടുപോയി. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ ഹഉലാ, ആ 10 വിഭാഗം ആളുകൾ ആരാണ് നബിയേ? പുരുഷന്മാരിലുമുണ്ട് സ്ത്രീകളിലുമുണ്ട്. ഒന്നാമനെ കേട്ടോളൂ, അശ്ശൈഖുസ്സാനി, വയസ്സായിട്ടും ആൾക്കൊരു കുഴപ്പമില്ല, തെറ്റ് ചെയ്യുന്നതിന് തകരാറുമില്ല, പ്രായം ചെന്ന വ്യഭിചാരിയാണ്. അല്ലാഹു ഹലാലാക്കി കൊടുത്ത ഇണയുണ്ടായിട്ടും, അല്ലാഹു തആല ഹലാക്കി കൊടുത്ത ഇണയുണ്ടായിട്ടും, അതേ പ്രായം അങ്ങേയറ്റത്തെത്തിയിട്ടും സിന ചെയ്യുന്നതിനൊരു തകരാറുമില്ല.
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ സിന എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഹദ്ദടിക്കപ്പെടുന്ന ഒരു സിന മാത്രമാണ് എന്നല്ല. മുമ്പ് കാലത്തും നമ്മുടെ നാട്ടിലെ വയസ്സന്മാര് കണ്ണുകൊണ്ട് വ്യഭിചരിക്കാറില്ല, കാതുകൊണ്ട് വ്യഭിചരിക്കാറില്ല, കൈകൊണ്ട് വ്യഭിചരിക്കാറില്ല. പക്ഷേ ഇപ്പോൾ സജീവമായി ഇപ്പൊ കണ്ണുകൊണ്ടൊരു വ്യഭിചാരം വന്നുപോയി. ഒരു പട്ടണമർത്തുമ്പോ കാതുകൊണ്ട് വ്യഭിചാരം വന്നുപോയി. അത് കേൾക്കുമ്പോ അനാവശ്യ ദൃശ്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അതെന്തിന്റെ വ്യഭിചാരമാണ്? കണ്ണിന്റെയും കാതിന്റെയും വ്യഭിചാരമല്ലേ? അത് മറ്റുള്ളവരിലേക്ക് പകർത്തിക്കൊടുക്കുമ്പോ നാവിന്റെ വ്യഭിചാരവുമാണ്. 70, 80, 60, 70 ഒക്കെ കഴിഞ്ഞ ആളുകൾ ഇപ്പോഴും അവർക്ക് താല്പര്യം എന്താണെന്നറിയോ? നിങ്ങള് സിനിമ കാണാന്, സീരിയല് കാണാന്, അതുപോലെ നാടകം കാണാന്, അന്യ സ്ത്രീകളെ ചൊങ്കും ചൊറുക്കും നോക്കിയിട്ടൊന്ന് ആവേശം കൊള്ളാന്. സുബ്ഹാനല്ലാഹ്, കണ്ടാ തന്നെ ആരും ഒരു പെണ്ണെട്ടിച്ചു കൊടുക്കൂല. അതിന് മാത്രം പ്രായമുണ്ട്. പല്ലായ പല്ല് മുഴുവനും പോയിട്ടുണ്ട്, രോമമായ രോമങ്ങളൊക്കെ നരച്ചിട്ടുണ്ട്, ശരീരത്തിന് ആരോഗ്യം പറ്റ ക്ഷയിച്ചിട്ടുണ്ട്. എന്നാലും ഈ ശഹവത്തിനൊരു കുറവും ഇല്ല. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ നാടുകളിലും മറുനാടുകളിലൊക്കെ അർദ്ധനഗ്നകളായ പെൺകുട്ടികൾ വന്നിട്ട് കളിക്കുന്ന ചില കളികളൊക്കെ ഉണ്ട് ചില നാട്ടിൽ. അവിടെ വരെ സജീവ സാന്നിധ്യമായിട്ട് പ്രായം ചെന്ന ആളുകൾ പോയി തപസ്സിരിക്കുകയാണ്. മുമ്പൊന്നും കാണാത്ത പതിവ് ഇപ്പൊ നമ്മൾ കാണുകയാണ്. 50ഉം 60ഉം കഴിഞ്ഞവർ പെരുന്നാളിന്റെ അന്ന് ഒരു ഷോ കാണാൻ പോയത്. എന്താണ് ആ ഷോയിലുള്ളത്? ആ ഷോയിലുള്ളത് നിക്കർ ധരിച്ച കുറെ പെൺകുട്ടികൾ വന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ശരീരത്തെ ആകർഷിപ്പിക്കുന്ന വിധം. ബാക്കിയുള്ളവർ ഭക്ഷണം മറന്നുപോയി, വെള്ളം മറന്നു, ഒക്കെ മറന്നുപോയി. കാരണം ഊർലിങ്ങളല്ലേ കാണുന്നത്. ആസ്വദിപ്പിച്ചുകൊണ്ട് പാട്ട് പാടുന്നു, കളിക്കുന്നു, ഇക്കിളിപ്പെടുത്തുന്നു ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ. അതിന് ടിക്കറ്റ് എടുത്തു പോയി. പ്രായം ചെന്ന ആളുകൾ വരെ വന്നുപോയി, ഇരുന്നു പോയി. എത്രമാത്രം വലിയ അപകടകരമാണ്. മുമ്പൊക്കെ പ്രായം ചെന്ന ആളുകൾ ഒരു 40 കഴിഞ്ഞിട്ട് പിന്നെ ഖുർആനും ദിക്റൊക്കെ ആയിട്ട് ജോലിയൊക്കെ മതിയാക്കി മക്കളും പേരമക്കളൊക്കെ നോക്കാനായി എന്ന് കാണുമ്പോൾ ഖുർആനും ദിക്റായിട്ടൊക്കെ തപസ്സിരിക്കുകയുണ്ടായി. ഇപ്പൊ അതും മുടങ്ങിപ്പോയി. ഖുർആനും ദിക്റായി തപസ്സിരിക്കുന്നതും മുടങ്ങിപ്പോയി. അങ്ങനെ അന്തർദേശീയ വാർത്തകളും കാണാൻ നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന രൂപങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഇത്രയും കാലം സുഖിക്കാൻ ഏതായാലും കഴിഞ്ഞില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് സുഖിക്കുക, ഇപ്പോഴെങ്കിലും ഒന്ന് ഉല്ലസിക്കുക. താല്പര്യം അതാണ്. അങ്ങനെ വർഷത്തിലൊരിക്കൽ പല ആളുകളും കൂത്താടുന്ന ഒരു ദിവസമായിട്ട് വർഷം അവസാനിച്ച് പുതുരാത്രി, പുതുവർഷം തുടങ്ങുന്നതിന്റെ രാത്രി ആറാടാൻ വേണ്ടി, ഉല്ലസിക്കാൻ വേണ്ടി ഓരോ ബീച്ചുകളിലും മറ്റൊക്കെ എത്തുമ്പോ അവിടേക്കും അതാ മുസ്ലിം സഹോദരീ സഹോദരന്മാർ 40 കഴിഞ്ഞ ആളുകൾ, 50 കഴിഞ്ഞ ആളുകൾ സജീവമായി തള്ളിക്കയറിപ്പോയി. ഞാൻ വെറുതെ ഒരു ആരോപണം പറഞ്ഞു എന്ന് നിങ്ങൾ പറയരുത്. അന്ന് ഞാൻ സഞ്ചരിച്ചിരുന്നത് ഈ ഭാഗത്തൂടെയാണ്. ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടായി പോയി. സുബ്ഹാനല്ലാഹ്, എല്ലാ നാട്ടിലും ഇതേ കോലം തന്നെയാണ് എന്ന് ചിന്തിച്ചു പോയി. തിരിച്ചു പോകുമ്പോ 12 മണി, 1 മണിക്കും 2 മണിക്കും ഈ അവസ്ഥ മാറിയിട്ടില്ല. ആരെല്ലാം ഉണ്ട് സഹോദരങ്ങളെ ആ കൂട്ടത്തില്? എന്തൊക്കെയാണ് കാണാൻ വന്നിരിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തില് കുട്ടിക്കാലത്ത് കൗമാരപ്രായത്തിന് ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ഉണ്ടായ ഒരു സംഭവമല്ലേ? മക്കയിൽ നടക്കുന്ന രാത്രി കല്യാണത്തിന് സംബന്ധിക്കാൻ വേണ്ടി കൂടെയുള്ള ആളോട് നിങ്ങൾ ആടിനെ നോക്കണം, ഒട്ടകത്തെ നോക്കണമെന്ന് പറഞ്ഞു തങ്ങൾ പോയി. പക്ഷേ ആ സ്ഥലം എത്തുന്നതിന്റെ മുമ്പ്, കല്യാണവേദി എത്തുന്നതിന്റെ മുമ്പ് മരുഭൂമിയിൽ മുത്തുനബി തങ്ങളെ അല്ലാഹു ഉറക്കിക്കിടത്തി. അത് കാണാനോ കേൾക്കാനോ അല്ലാഹു അനുവദിച്ചില്ല. അത് അവിടുത്തെ പരിശുദ്ധിക്ക് ചേർന്നതല്ല. ജീവിതത്തിൽ 1-2 പ്രാവശ്യം അങ്ങനെ തോന്നി. പിന്നെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതെപ്പോഴാ? കൗമാരപ്രായത്തിൽ. ആ വേദിയിലേക്ക് എത്തിയിട്ടൊന്നുമില്ല, അതിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല, ശബ്ദം കേൾക്കുന്നിടത്തില്ല.
അതിന് മുമ്പ് തന്നെ അല്ലാഹു തആല ഉറക്കി കിടത്തിപ്പോയി. രാവിലെ ആടിനെ മേയ്ക്കുന്ന കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വന്നപ്പോ മറ്റേ കൂട്ടുകാരൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പാട്ടൊക്കെ, എങ്ങനെയുണ്ട് നൃത്തൊക്കെ എങ്ങനെയുണ്ട്? ഇന്നത്തെ പോലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്ന് പിന്നെ സാമ്യപ്പെടുത്താൻ കഴിയും. ഇന്നത്തെ പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാളും ചൊങ്കും ചൊർക്കും കൂട്ടിയിട്ടുള്ള ആ നൃത്തങ്ങൾ തങ്ങൾ പറഞ്ഞു, നൃത്തങ്ങൾ അറിയണമെങ്കിൽ അവിടെ എത്തണ്ടേ? പാട്ടിനെ പറ്റി പറഞ്ഞാൽ പാട്ട് കേൾക്കുന്നിടത്തെത്തണ്ടേ? അതിന് മുമ്പ് തന്നെ അല്ലാഹു തആല എന്നെ ഉറക്കി കിടത്തിപ്പോയി. അല്ലാഹ് നൽകിയ ഇസ്മത്താണ്, സംരക്ഷണമാണ്. കേൾക്കാൻ പാടില്ലാത്തതുകൊണ്ടല്ലേ ആ കാവൽ നൽകിയത്? കാണാൻ പറ്റാത്തതുകൊണ്ടല്ലേ ആ കാവൽ നൽകിയത്? സഹോദരങ്ങളെ, ഒന്നാമതായി എണ്ണിയത് ഷെയ്ഖുസാനി, പ്രായമുള്ള ഉമ്മമാരെ, സഹോദരങ്ങളെ, 40 വർഷം കഴിഞ്ഞപ്പോ 40ാമത്തെ വയസ്സെത്തിയപ്പോ വലിയ പണ്ഡിതനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പേടിച്ച് കരഞ്ഞുപോയി. എനിക്ക് 40 വയസ്സെത്തിയല്ലോ അല്ലാഹ്, എന്റെ എല്ലാ ജീവിതത്തിലെയും നല്ലൊരു സമയം എനിക്ക് നീ തന്നല്ലോ അല്ലാഹ്. തസ്നീഫ് നിർത്തിപ്പോയി, തദ്രീസ് നിർത്തിപ്പോയി. ഒരു ശിഷ്യനെയും കൂട്ടിയിട്ട് മഹാനവർകൾ വീട്ടിലെ ഒരു മുറിയിലേക്ക് അങ്ങ് കടന്നിട്ട് പുറത്ത് ശിഷ്യനെ നിർത്തി. അത്യാവശ്യത്തിന് ആളുകൾ വന്നാൽ മാത്രം ഒന്ന് വിവരം തരണം, ഇബാദത്തിലാണ്. എന്റെ റബ്ബ് എനിക്ക് 40 വർഷം ഈ ദുനിയാവിൽ തന്നു. ഞാൻ ഈ ദുനിയാവിൽ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു, അധ്വാനിച്ചു. ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങളാണ് നടത്തിയത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ എത്രമാത്രം വലുതാണ്. ഇന്നും മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഓതിയിട്ട് അതിന്റെ ഇൽമ അവർ ശേഖരിക്കുന്നുണ്ട്, ഓതിക്കൊടുക്കുന്നുണ്ട്. അത്രയും വലിയ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച മഹാൻ 40 വയസ്സായപ്പോ പേടിച്ചുപോയി. അതുകൊണ്ടല്ലേ 40 കഴിഞ്ഞ ആളുകൾക്കും ഒരു പ്രാർത്ഥന അല്ലാഹ് പ്രത്യേകം പഠിപ്പിച്ചത്. ആ പ്രാർത്ഥന നിർവഹിച്ച നബിയല്ലേ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് എത്രമാത്രം വലിയ അധികാരവും ബഹുമാനവും അല്ലാഹു നൽകിയിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ അധികാരവും ബഹുമാനവും ഒക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിനോട് ദുആർക്കുകയാണ്, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, ഉറുമ്പിന്റെ സംസാരം കേൾക്കാൻ, ഉറുമ്പുകളോട് പറയുന്നത് കേൾക്കാൻ നീ എനിക്ക് കഴിവ് തന്നല്ലോ അല്ലാഹ്. പക്ഷികളുടെ വർത്തമാനം കേൾക്കാനുള്ള കഴിവ് തന്നല്ലോ അല്ലാഹ്. പിശാചുക്കളെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള കഴിവ് തന്നല്ലോ അല്ലാഹ്. ജിന്നുകളെ നിയന്ത്രിക്കാനും കെട്ടിയിടാനുമുള്ള കഴിവ് തന്നല്ലോ അല്ലാഹ്. ഈ ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ട് മഹാനവറുകൾ ചിരിച്ചു. ചിരിച്ച ഉടനെ തന്നെ പറയുന്നത് ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ വഖാല റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. പടച്ചോനെ, ഇതൊക്കെ എനിക്ക് തന്നെങ്കിലും, ഈ കഴിവുകളൊക്കെ എനിക്ക് നീ തന്നെങ്കിലും ഇതുകൊണ്ടൊന്നും മതിയാക്കരുത് അല്ലാഹ്. നിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് ഇനിയും നീ തൗഫീഖ് തരണം. നമ്മളോടും പഠിപ്പിച്ചു അങ്ങനെ ദുആ നടത്താൻ. റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ നോക്കി. ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ട് മഹാനവറുകൾക്ക് വലിയ സന്തോഷം വന്നു. ഉടനെ അല്ലാഹു ഉറുമ്പിനാണ്, പടച്ചോനെ, ഉറുമ്പിന്റെ സംസാരം കേൾക്കാൻ നീയാണ് കഴിവന്നത്. എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരൊന്നും ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ടില്ല, എനിക്ക് നീ ഇതിന് കഴിവ് തന്നു. ആ ഉറുമ്പ് സംസാരിക്കുന്ന കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ധാരാളം അനുഗ്രഹങ്ങൾ തന്നുപോയി.
അതിന് നിനക്ക് ശുക്ർ ചെയ്യാൻ എന്നെ നീ തോന്നിപ്പിക്കണം. എനിക്ക് നീ തൗഫീഖ് തരണം, എനിക്ക് നീ സന്ദർഭങ്ങൾ തരണം. നീ തൃപ്തിപ്പെടുന്ന സുഹൃതങ്ങൾ ചെയ്യാനും എനിക്ക് നീ തൗഫീഖ് തരണം. നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ നല്ല അടിമകളിൽ എന്നെ നീ ചേർത്തി തരണം. 40 കഴിയുമ്പോ അവരൊക്കെ അങ്ങനെ ചിന്തിച്ചു പോയി. ഒരുപാട് മഹാന്മാർ ഇബാദത്തിന്റെ മേഖലയിലേക്ക് കടന്നുപോയി. നമ്മൾ കൂടുതൽ 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 പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ സജീവത വരുത്തണം. അങ്ങനെയാ വേണ്ട, കൂടുതൽ മോശാകല്ലേ വേണ്ട, നന്നാകണം. രണ്ടാമത്തെ വിഭാഗം വൽ ഇമാമുൽ ജായിറു, അക്രമിയായ ഭരണാധിപനാൻ. ഭരിക്കുന്ന ആളുകളോടൊക്കെ പറയട്ടെ, ഭരിക്കുന്നത് മഹല്ലാണെങ്കിലും, ഭരിക്കുന്നത് വാർഡാണെങ്കിലും, ഭരിക്കുന്നത് പഞ്ചായത്താണെങ്കിലും അക്രമം ചെയ്തുകൂടാ, അനീതി ചെയ്തുകൂടാ. അക്രമം ചെയ്യുന്ന നേതാവ്, അക്രമം ചെയ്യുന്ന തലവൻ, ആ തലവനെയും അല്ലാഹു കൊണ്ടുപോകാൻ പറയുന്നത് നരകത്തിലേക്കാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ചെറിയൊരധികാരം ചുരുങ്ങിയ കാലം അവന്റെ കയ്യിൽ കൊടുത്തപ്പോഴേക്ക് നിരപരാധികളെ പീഡിപ്പിച്ചു പോയി. അവകാശങ്ങൾ പലരുടേതും ധ്വംസിച്ചു പോയി. പലർക്കും കിട്ടേണ്ട നീതി അനീതിയായി മാറിപ്പോയി. പലർക്കും കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ ഹനിക്കപ്പെട്ടുപോയി. ഈ നിലക്ക് പ്രവർത്തിച്ച ഭരണാധികാരിയാണ് ഇയാള്. എനിക്കല്ലേ അയാളെ മേലെ അധികാരമുള്ളത്? ലോകത്തിന്റെ മൊത്തവും അധികാരം എന്റെ കയ്യിലല്ലേ? ഞാൻ ഒരാൾക്കും അക്രമം ചെയ്തിട്ടില്ലല്ലോ. അള്ളാഹു ഒരാളോടും അനീതി ചെയ്യുകയില്ലല്ലോ, ഒരാൾക്കും അക്രമം ചെയ്യൂലല്ലോ. ചെറിയൊരു അധികാരം കൊടുത്തപ്പോഴേക്ക് ഈ രൂപത്തിൽ അക്രമം ചെയ്തെങ്കിൽ അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകൂ. അധികാരം കിട്ടിയിട്ടല്ലേ അവനത് ചെയ്തത്? ചെറിയൊരു അധികാരം കിട്ടിയിട്ടല്ലേ അവനത് ചെയ്തത്? പരമാധികാരമൊന്നും ഞാൻ അവന് കൊടുത്തിട്ടില്ലല്ലോ. അക്രമം ചെയ്യുന്ന ഭരണാധികാരി, ഒന്ന് പറയട്ടെ, അക്രമം ചെയ്യുന്ന തലവനാകുന്ന ഉപ്പയാകരുത്, അക്രമം ചെയ്യുന്ന ഉമ്മയാകരുത്. നീതിയോടെ വർത്തിക്കുന്ന ഉമ്മയും ബാപ്പയുമാകണം. നമ്മളും ഇമാമുകളാണ് സഹോദരങ്ങളെ. നമ്മളെ മക്കൾക്ക് നമ്മൾ ഇമാമുകളാണ്. നമ്മളുടെ പേരമക്കൾക്ക് നമ്മൾ ഇമാമുകളാണ്. നമ്മൾ നിസ്കരിക്കാതെ അവരോട് നിസ്കരിക്കാൻ പറയുന്നത് അനീതിയാണ്, അക്രമമാണ്. നമ്മൾ നോമ്പ് നോൽക്കാതെ അവരോട് നോമ്പ് നോൽക്കാൻ പറയുന്നത് അനീതിയാണ്, അക്രമമാണ്. അക്രമം അവരോട് കാണിച്ചുകൂടാ. നമ്മൾ ഓതണില്ല, നമ്മൾ പഠിക്കണില്ല, അവരോട് ഓതാനും പഠിക്കാനും പറയാ. പിന്നെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയതുകൊണ്ട്, ആ പ്രായത്തിലായതുകൊണ്ട് അവർ അനുസരിക്കുന്നുള്ളതാണ് പിന്നെ നമ്മളെ മനസ്സിലുള്ള ഒരു ചിന്ത. കുറച്ചുകൂടി വലുതാകുമ്പോ അവരും സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്നാ വാപ്പക്കും ഈ പണിയൊക്കെ എടുത്തൂടെ, ഉമ്മാക്കും ഈ പണിയൊക്കെ ചെയ്തൂടെ? ഖുർആൻ ഓത് ഞങ്ങൾക്ക് മാത്രമുള്ളതാ, നിസ്കാരം ഞങ്ങൾക്ക് മാത്രമുള്ളതാ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മാത്രമല്ല, അവർക്കും ചെയ്തൂടെ? അപ്പൊ പിന്നെ നമ്മൾ കൽപ്പന നിർത്തും. ഇനി കൽപ്പിക്കേണ്ട പരിധി കഴിഞ്ഞു, കാരണം തിരിച്ചു ചോദ്യം വരാൻ തുടങ്ങി. ഇനി ആളോട് കൽപ്പിക്കണ്ടെന്ന് വെക്കാം. അവരോട് അക്രമം ചെയ്യാൻ പാടില്ല, അനീതി പഠിപ്പിക്കാൻ പാടില്ല. നീതിയും ധർമ്മവുമാണ് അവർക്കും പകർത്തി കൊടുക്കേണ്ടത്. ചെറിയൊരു അധികാരം നിന്നപ്പോഴേക്ക് മനുഷ്യന്മാരെ മുഴുവനും ചുട്ടുകൊല്ലുന്ന സ്വഭാവം ഉണ്ടായാലെങ്ങനെ? നിങ്ങൾ നോക്ക്, നിങ്ങൾ ബഷാറുൽ അസദിനെ പോലത്തെ ഭരണാധികാരികൾ ചെയ്യുന്നതല്ലേ? ദുനിയാവിനെ മോഹിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകളെ ശരീരത്തിലേക്ക് നിറവൊഴുക്കുക, കൊന്നുകളയുക പലരെയും, എന്നിട്ട് വീണ്ടും അധികാര കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിരാജിക്കുക. എത്ര അധികാരികളുടെ ലോകത്തെങ്ങനെ? ആ അധികാരികളെ മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിമിന്റെ ഒരു പേര് വെച്ചു എന്നതുകൊണ്ട് മാത്രമൊന്നും സ്വർഗത്ത് പോകാൻ കഴിയൂല. നടത്തുന്നത് അക്രമമാണോ? ചെറിയൊരു അധികാരം കിട്ടിയതിന്റെ പേരില് നരകത്തിലേക്കാണ്. മൂന്നാമതായി പറയുന്നു, വമുദ്മിനുൽ ഖംരി, ഖംർ ഉപയോഗിക്കുന്ന മനുഷ്യനും മദ്യപാനിയും മസ്താകുന്ന ലഹരി ഉപയോഗിക്കുന്നവരും നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടുന്നവരാണ്. ഖംർ എന്ന് പറഞ്ഞാൽ കള്ള് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, കുല്ലു മുസ്കിരിൻ ഖംറുൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
മസ്താക്കുന്ന തരത്തിൽ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളൊക്കെ അതിന്റെ ഒക്കെ പേര് ഖംറ് എന്നാണ്. മാ ഖാമറൽ അഖ്ൽ, ബുദ്ധിയെ മരവിപ്പിക്കുന്നത്. അതിന് ഒരു പുക ശ്വസിച്ചിട്ടാണെങ്കിലും ശരി, ഞരമ്പിലൂടെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും നീര് മാത്രം വായിലേക്ക് അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി, മയക്ക് വസ്തുക്കളൊന്നും ഉപയോഗിക്കരുത്. ചിലര് വിചാരിക്കുന്നത് പാൻ വസ്തുക്കൾക്കൊന്നും കുഴപ്പമില്ല, ഡിഗ്രി കൂടിയതിന് മാത്രമേ കുഴപ്പമുള്ളൂ. വലുതിനും ചെറുതിനൊക്കെ സംഗതി ഒരേ രൂപ. ചില ആൾക്കാരങ്ങനെ മനസ്സിലാക്കിയത്. ഒരൗൺസ് ഒക്കെ കുടിക്കുക അതിന് കുഴപ്പമില്ല, 2, 3 ഒക്കെ വർദ്ധിക്കുമ്പോഴേ ഒന്നിങ്ങനെ ആടുന്ന സമയത്ത് 3-ാം കാലം ഉപയോഗിക്കേണ്ടി വരുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ല, ചെറുതും വലുതും ഒക്കെ അങ്ങനെ തന്നെ. മസ്താക്കുന്ന രൂപവും ഭാവവും ഷെയ്നും ഉള്ളതാണോ നേരത്തെ തന്നെ അത് കുറച്ച് ഉപയോഗിച്ചാലും നിയമം തന്നെ, കൂടുതൽ ഉപയോഗിച്ചാലും നിയമം തന്നെ. അങ്ങനെയുണ്ട്. ഒരു മുറുക്കം കിട്ടാൻ, ഒരു ഫിറ്റിങ്സിന് വേണ്ടി, ഒരു ബെനിഫിറ്റ് ശരീരത്തിലൊക്കെ ഒന്നൊന്ന് അതിനു വേണ്ടി 1 ഔൺസ് മാത്രം അങ്ങനെ ഒന്ന് മുറുക്കി റെഡിയാക്കാൻ പറ്റൂല. നിങ്ങളെ ജോലിക്ക് കനം കൂട്ടാൻ വേണ്ടി പറ്റൂല. 150, 250, 350, 600, 700 ആളുകൾക്കൊക്കെ ഭക്ഷണം പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു പാചകക്കാരനാണ്. അയാൾക്ക് ഭക്ഷണം വേണ്ടോ, അയാൾക്ക് ഭക്ഷണം വേണ്ട. അയാൾക്ക് വെള്ളം വേണോ, വെള്ളം വേണ്ട. പിന്നെയോ അയാളെ നാവിലും നാവിന്റെ അടിയിലും ഒരു വസ്തു ഉണ്ട്. ആ വസ്തു നമ്മൾ കൊടുത്ത പൈസക്ക് അയാൾ വാങ്ങി സഹായത്തിന് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് പണിയെടുക്കുകയാണ്. 10 ആളുകൾ അരിയുന്ന ഉള്ളിയൊക്കെ ഒറ്റയടിക്ക് മൂപ്പരങ്ങ് അരിഞ്ഞ് റെഡിയാക്കി തീർക്കും. സുബ്ഹാനല്ലാഹ്, എത്ര സ്പീഡുള്ള പണിക്കാരനാണ്. സഹോദരങ്ങളെ, വിളിച്ചുപോയി ആളെ മാനക്കേടിലാക്കണ്ട. മദ്യപാനെ സഹായിക്കുന്നതും അവന് വേണ്ടി കാശ് കൊടുക്കുന്നതും അവനെ ബഹുമാനിക്കുന്നതും അവൻ ഒത്താശ ചെയ്തു കൊടുക്കുന്നതും ശപിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളെ സൽക്കരിക്കാൻ പാടില്ല. അവരാ രൂപത്തിൽ സ്വീകരിക്കാനോ വിളിച്ചു വരുത്താനോ നന്നാക്കാനോ ഉപജീവന മാർഗം കൊടുക്കാനോ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അവരെ ഉപദേശിച്ച് നന്നാക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാണ് വേണ്ടത്. ഒരു ചെറിയ ഔൺസ് മദ്യപാനം നടത്തിയതിന്റെ പേരിൽ കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും എത്ര വലിയ പണ്ഡിതനാണ് ആ ശിഷ്യനെന്നറിയുമോ സഹോദരങ്ങളെ? ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന് നല്ല പാണ്ഡിത്യമുള്ളൊരു പണ്ഡിതനാണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഉസ്താദായ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു വലിയാണ്, ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. ആ മഹാനുഭാവനല്ലേ തൊട്ടു ചാരനിന്ന് ചൊല്ലിക്കൊടുക്കുന്നത്. മോനെ പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശിഷ്യനായ പണ്ഡിതനോട് കലിമ ചൊല്ലാൻ പറയുമ്പോ കുട്ടി പറയുന്നു ലാ ഖൂലു, ഞാനത് പറയൂല. ഇന്നി ബരീഉം മിനൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച ആളാണ്, ഇസ്ലാമിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ഇതും പറഞ്ഞിട്ടാണ് ആ പണ്ഡിതനായ ശിഷ്യൻ മരണപ്പെട്ടു പോയത്. നമ്മളെ കഥ എന്താണ് നമ്മൾ ആലോചിക്കണം. ഈ ഫുളൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന വലിയന്റെ അടുത്ത് കിതാബ് ഓതി പഠിച്ച മുതഅല്ലിമായ പണ്ഡിതനായ ഒരു ശിഷ്യനെ പറ്റിയാണ് ഈ പറയുന്നത്. നമുക്ക് ദർസ് നടത്തി തരുന്ന ഉസ്താദുമാർ, ഔലിയാക്കൾ, പ്രധാനികളായ ആളുകൾ ആരെങ്കിലുമാണോ? ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പോലത്തെ തലയെടുപ്പുള്ള മഹാന്മാരാണോ? അകവും പുറവും നോക്കി നന്നാക്കാൻ കഴിവുള്ളവരാണോ? അത്ര കഴിവുള്ള മഹാനെ മുന്നിൽ വെച്ചിട്ടൊരു ശിഷ്യൻ ഇങ്ങനെ മരിക്കുമ്പോ കലിമ ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലുന്നില്ല, ഞാൻ അങ്ങനെ പറയൂല, ഞാൻ ഇസ്ലാമിൽ നിന്ന് രാജിയാണ്. വല്ലാത്ത സങ്കടത്തിലാണ് ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ ആ ജനാസ സംസ്കരണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയത്. 40 ദിവസം മഹാനവറുകൾ ആ വിഷയത്തിൽ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. ജമാഅത്തിന് വരിക പോകാന്നല്ലാതെ വേറെ ഒരു സംഗതിക്കും മഹാനവറുകൾക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. മഹാനവറുകളുടെ അടുത്ത് കിതാബോധി പഠിച്ച് മുതഅല്ലിമീങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് സംശയത്തിന് മറുപടി കൊടുക്കാൻ നല്ല കഴിവും പാണ്ഡിത്യവും ഉള്ളൊരു ശിഷ്യൻ.
നമ്മൾ ആലോചിക്കണം. നമ്മളെപ്പോലെയുള്ള മുത്തല്ലിമീങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, പ്രാഗൽഭ്യമുള്ളൊരു പണ്ഡിതനെ പറ്റിയാണ് ഈ പറയുന്നത്. അവിടെയാ നമ്മൾ ഈമാനെ പറ്റി ആലോചിക്കേണ്ടത്. അല്ലാഹു നമ്മളെ ഈമാൻ സലാമത്താക്കട്ടെ. അല്ലാഹു നമ്മളെ ഈമാൻ രക്ഷപ്പെടുത്തി തരട്ടെ. ഹുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ 40 ദിവസം കഴിഞ്ഞിട്ട് ഈ ശിഷ്യനെ കണ്ടു എന്ന് ചരിത്രത്തിൽ പറയുന്നു. സ്വപ്നത്തിൽ കണ്ടു. കണ്ടത് എങ്ങനെയാണ്? നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന രൂപ കണ്ടത്. നരകത്തിലേക്ക് അങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ ഉസ്താദ് ചോദിച്ചു, യാ മിസ്കീൻ വൈഹക യാ മിസ്കീൻ ബിമ നുസിഅത മിൻകൽ മഅരിഫ. സാധുവായ മനുഷ്യ, വലിയ അറിവ് അല്ലാഹു നിനക്ക് തന്നിരുന്നില്ലേ? ആ അറിവ് മുഴുവനും നിന്റെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ്? ആത്മജ്ഞാനം ഉണ്ടായിരുന്നല്ലോ നിന്റെ മനസ്സിൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമുണ്ടായിരുന്നല്ലോ, ആഖിറത്തെ കുറിച്ചുള്ള ബോധ്യമുണ്ടായിരുന്നല്ലോ, കലിമത്തു തൗഹീദിനെ കുറിച്ചുള്ള വിവരമുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഒറ്റയടിക്ക് അങ്ങ് തീർന്നുപോയത് എങ്ങനെയാണ്? നിന്നിൽ നിന്ന് മുഴുവനും അങ്ങ് ഊരിയെടുക്കപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ്? മഹാനവറുകളോട് ശിഷ്യൻ പറയുന്നു, ബിതലാസതി അശിയാ, 3 കാരണങ്ങളെ കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ആ കാരണങ്ങളെ വിഷയത്തിൽ പേടിക്കണം. ഓരോരുത്തരും അതിൽ നന്നായി ചിന്തിക്കണം. നമ്മളെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി തന്ന ഹിദായത്തില്ലേ, ഈമാനില്ലേ, അതിന്റെ വെളിച്ചം കെട്ടുപോകാൻ, അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാൻ 3 കൂടെ വേണമെന്നില്ല. 3 ഡേഞ്ചർ വിഷയങ്ങൾ തന്നെയാണ്. ഒന്നാമതായി പറയുന്നത്, വർഷത്തിൽ ഒരിക്കൽ മാത്രം, 2ാമത്തെ തവണയില്ല. എന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ളൊരു രഹസ്യ രോഗത്തിന് വേണ്ടി വൈദ്യന്റെ നിർദ്ദേശപ്രകാരം വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു മദ്യപാനം നടത്താറുണ്ടായിരുന്നു. ലഹരി ബാധിക്കുന്ന രൂപത്തിലല്ല, എന്റെ രോഗത്തിന് മരുന്നായി നിർദ്ദേശിക്കപ്പെട്ടതുകൊണ്ട് ആശ്വാസം കിട്ടാന് 1 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ നജസായ പാനീയം നാവിലൂടെ തായോട്ടൊഴുകിയപ്പോ കലിമ ചൊല്ലുന്നതിന് പകരം ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു പോയില്ലേ? എന്റെ ശബ്ദം ജപിക്കുന്ന മാന്യ മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, ലഹരി വേണ്ട, മദ്യം വേണ്ട, മയക്ക് വസ്തുക്കളൊന്നും വേണ്ട, ഒരു മയക്ക് പൊടിയും വേണ്ട, ആശ്വാസത്തിന് വേണ്ടിയും വേണ്ട. ഏറ്റവും വലിയ ആശ്വാസം കിട്ടേണ്ട പാരത്രിക ലോകത്ത് ഈമാനില്ലാതെ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ പിന്നെന്ത് ആശ്വാസമാണ്? ബാപ്പ വന്ന് കൈപിടിക്കുമോ? ഉമ്മ വന്ന് കൈപിടിക്കുമോ? ഉസ്താദ് വന്ന് രക്ഷപ്പെടുത്തുമോ? സയ്യിദ് വന്ന് നമുക്ക് ദുആ ചെയ്തിട്ട് രക്ഷപ്പെടുത്തുമോ? ഈമാനങ്ങ് തകർന്നു പോയാൽ ഒരാളും നമുക്ക് ശഫാഅത്ത് ചെയ്യൂല. രോഗത്തിന്റെ ചികിത്സക്ക് വേണ്ടി വൈദ്യന്റെ നിർദ്ദേശപ്രകാരം വർഷത്തിൽ 1 തവണ മാത്രം ഉപയോഗിച്ച മദ്യപാനം. പണിക്കൊക്കെ പോകുമ്പോ, ടൂറിനൊക്കെ പോകുമ്പോ, ആഘോഷങ്ങളൊക്കെ വരുമ്പോ, കല്യാണങ്ങളൊക്കെ വരുമ്പോ എത്രയാണ് സഹോദരങ്ങളെ ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും, മുമ്പൊക്കെ ആണുങ്ങൾ മാത്രമേ, ആണും പെണ്ണും ഈ വിഷയത്തിൽ സജീവമായി പങ്കെടുത്തുപോയി. മുമ്പൊക്കെ പെണ്ണുങ്ങൾക്ക് ഈ വിഷയത്തിൽ കേസില്ലേ, അവരിതിലൊന്നും കുടുങ്ങാറില്ലായിരുന്നു, നല്ലവരായി ജീവിക്കുന്നവരായിരുന്നു. അവരും ഇതിന് മെമ്പർഷിപ്പ് എടുത്തോടുകൂടി ഇതിന്റെ വ്യാപനത്തിന്റെ തോത് ആലോചിച്ചുകൊണ്ട് പേടിയിലായി പോകാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ സമൂഹത്തിലെ മൊത്തം യുവതി യുവാക്കൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിന് പണം കണ്ടെത്താനുള്ള മാർഗങ്ങളും രൂപങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത പേടിയാണ്. സ്വന്തം ശരീരം വിറ്റിട്ട് പണം കണ്ടെത്തുക, മദ്യാസക്തിക്ക് വേണ്ടി, മയക്കുമരുന്നിന് വേണ്ടി ആണും പെണ്ണും ചെയ്യുന്ന സ്വഭാവമാണ്. ശരീരം വിൽപ്പന നടത്തുക, എന്നിട്ട് സ്വീകരിക്കുക, എന്നിട്ട് ആ കിട്ടിയത് കൊണ്ട് വീണ്ടും ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോവുക.
എത്രയാ സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൽ വരെ ഉംറ നിർവഹിച്ച റമദാനിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ വിമാനം താഴെ ഇറങ്ങുന്നവരെ എനിക്ക് പേടിയെന്ന് ഞാൻ ദ്വാരക്കെന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട്. കാരണം തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ നല്ല മുസ്ലിം പേരുള്ള ആളെ വാസനിച്ചിട്ട് അയാളിങ്ങനെ കണ്ണ് തെളിയുന്നതന്നെ വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്താണ്. ഞാൻ അയാൾ അടുത്തേക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു എന്ന് കണ്ടപ്പോഴേക്കാൾ ഓടിക്കളഞ്ഞു. അയാൾ പിടുത്തം തന്നാ കുടുങ്ങുമെന്ന് പേടിച്ചിട്ട് അയാൾ പെട്ടെന്ന് ലഗേജ് എടുത്ത് പെട്ടെന്ന് കഴിച്ചിലേക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് ആളൊന്ന് ഉപദേശിക്കണം എന്ന് കരുതിയിട്ടൊന്ന് പോയതാണ്. അല്ല അടിച്ചു തയ്യാറാക്കാൻ പറ്റൂലല്ലോ. ഒന്ന് ചെറിയ കോണ്ടാക്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്ന് ലെവലാക്കാൻ പറ്റിയാലെന്ന് കരുതിയിട്ട് പോയതാണ്. അയാൾ എന്നെയാണോ പേടിക്കേണ്ടി? പഠിച്ച റബ്ബിനല്ലേ അയാൾ പേടിക്കേണ്ടി? എവിടെയാണ് ഇപ്പൊ അയാൾ യാത്ര ചെയ്ത് വന്നത്? ഭൂമിയിലും ആകാശത്തിലും അല്ലാത്ത രൂപത്തിലല്ലേ അല്ലാഹു തആല യാത്ര കൊടുത്തത്? ഒന്ന് ചിന്തിക്കണ്ടേ മനുഷ്യൻ, ഒന്ന് ആലോചിക്കണ്ടേ? അതും റമദാനിലല്ലേ സഹോദരൻ? പല കുടിയന്മാരും കുടിയൊക്കെ നിർത്തി നന്നാകുന്നൊരു കാലല്ലേ റമദാൻ. അപ്പോഴും നന്നാകൂല എന്ന് പറഞ്ഞാൽ പിന്നെപ്പോഴാ ചാൻസ് ഉള്ളത്? നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടുന്നവരിൽ മദ്യപാനികളെയും ലഹരിക്കാരെയും ഒക്കെ എണ്ണിപ്പറയുമ്പോ നമ്മൾ ശരിക്കും ആലോചിക്കണം. നമ്മുടെ മക്കളിലോ പേരമക്കളിലോ അത്തരം ദുസ്വഭാവങ്ങൾ ദൃശ്യമായാലോ, മറ്റുള്ളവർ നമുക്ക് സൂചന തന്നാലോ, നല്ലോണം അധ്വാനിച്ചവരെ മനസ്സ് കീഴ്പ്പെടുത്തിയിട്ട് ഉപദേശിച്ച് കൂടെ കൊണ്ട് നടന്ന് ആ ദുർമാർഗത്തിൽ നിന്നവരെ മാറ്റിയേക്കണേ. ബാപ്പ ഇതിന് അനുകൂലമായിരുന്നു എന്ന് നാളെ ആഖിറത്തില് നമ്മളെ മക്കള് നമ്മളെ പറ്റി പറഞ്ഞാൽ പാലം കടക്കാൻ പറ്റുമോ? എന്റെ ഉമ്മാക്കറിയുമായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന ലഹരിയെ പറ്റി. ഉമ്മ എനിക്ക് കൂടെ 100 രൂപ തന്നിരുന്നു എന്ന് പറഞ്ഞാല് ഉമ്മാ ഇബാദത്തിന്റെ പട്ടികയും കൊണ്ടങ്ങ് നടന്നു നീങ്ങാൻ പറ്റുമോ? ശരിക്കും നമ്മൾ ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. നമ്മൾ അതിന് കാരണക്കാരായിട്ടും സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടും മാറിയേക്കരുത്. പലരും അങ്ങനെയുണ്ട്. എന്റെ വാപ്പക്കും എന്റെ ഉമ്മക്കും ഇതൊരു വിഷയമല്ല. എന്താ കാരണം? ഒരുപക്ഷെ അവരും ചിന്തിക്കുന്നത് നമ്മളും സ്വകാര്യമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോ നമ്മളെ മക്കളെ മാത്രം എന്തിനാണ് വിലക്കുന്നത്? അതൊക്കെ ദുനിയാവിലൊരു ആസ്വാദനമല്ലേ? അതൊക്കെ ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാറില്ലേ? അങ്ങനെ അതിന് സപ്പോർട്ടും സംവിധാനവും സമ്മതവും കൊടുക്കുമ്പോ നമ്മൾ അവർക്ക് ഹലാലാക്കി കൊടുത്തു എന്നൊരു പരിവേഷം വന്നാൽ, നമ്മളെ ചിന്തയിലും അത് ഹലാലായിരുന്നു എന്ന് വന്നാൽ, അല്ലാഹ് ഹറാമാക്കിയ ഏതെങ്കിലും ഒരു കാര്യം അതിന് ഹലാലിന്റെ ചിത്രീകരണം വന്നാല് ആള് മുർത്തദ്ദായി പോയി. മുർത്തദ്ദായ ആള് സ്വർഗത്തിലെത്തൂല, നരകത്തിലാ. നിങ്ങൾ ആരെങ്കിലും ദീനിൽ നിന്ന് മുർത്തദ്ദായി പോയാൽ പിന്നെ അവന് കടക്കാനുള്ള ലോകം നരകലോകമാണ്. ഫൗലായിക അസ്ഹാബുൻ നാരി ഫീഹാ ഖാലിദൂൻ. നരകത്തിൽ കാലകാലം കഴിയുന്നവനാണ് മുർത്തദ്ദുകള്. അതുകൊണ്ട് ആ രൂപഭാവങ്ങൾ സ്വീകരിച്ചേക്കരുത്. നാട്ടിൽ പലരും ഒരു അനാവശ്യത്തിന്റെ പിന്നിലുണ്ടെങ്കിൽ നമുക്ക് എന്താണത് ചെയ്താൽ എന്ന് ചിന്തിച്ചു പോകരുത്. അല്ലാഹ് ഹറാമാക്കിയതാണോ? നാട്ടിൽ ഒരാൾ മാത്രമാണോ വിട്ടു നിൽക്കുന്നത്? ഒരുപക്ഷേ 1000-ൽപ്പെട്ട ഒരാള് അയാളായിരിക്കാം. അതുകൊണ്ട് നല്ലോണം ആലോചിക്കണം. നല്ലോണം നിസ്കരിക്കുന്ന, നോമ്പ് നിൽക്കുന്ന വാപ്പാരും ഉമ്മാരും മക്കളൊക്കെ ഈ രൂപത്തിൽ വഴികെട്ടു പോകുമ്പോ പിന്നെ സഹോദരങ്ങളെ, ബാക്കിയുള്ളവരെ കഥകൾ എന്താ പറയാനുള്ളത്? നല്ലോണം നിസ്കരിക്കുന്ന, നോമ്പ് നിൽക്കുന്ന വാപ്പാന്റെയും ഉമ്മാന്റെയും ഒരു മകൻ ഇങ്ങനെ വിട്ടുപോയ പെങ്ങളെ മകൻ എങ്ങനെ അങ്ങനെ ആയിപ്പോയത്? എന്നോട് നേരത്തെ ഒരു സൂചന തന്നിരുന്നു. ടീച്ചർ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് അവന്റെ സംസാരം ലെവലൊക്കെ കണ്ടിട്ട്. അപ്പൊ ഞാനത് പറ്റങ്ങോട്ട് അവഗണിച്ചേ. അങ്ങനെ ഒന്നും ഉണ്ടാകൂല എന്ന് പറഞ്ഞു. ഇപ്പൊ മാറ്റാൻ പറ്റാത്ത രൂപത്തിലായി പോയി. ഇപ്പൊ അവൻ മെന്റൽ ഹോസ്പിറ്റലിലാണുള്ളത് എന്നൊരു ബാപ്പ, സ്വാലിഹായ ഒരു ബാപ്പ സങ്കടം പറയുമ്പോ ആര് സൂചന തന്നാലും അവഗണിച്ചേക്കരുത്. പെട്ടെന്ന് തന്നെ പിടിച്ച് ശിക്ഷിച്ചിട്ട് അകത്തിടാനല്ല പറഞ്ഞത്. നല്ലോണം സൂക്ഷിച്ച് നിയന്ത്രിച്ച്
ഈ ലഹരിയിൽ നിന്ന് മുക്തമാക്കി അവരെ മനസ്സ് ക്ലിയറാക്കണം. അത്രയും ഗുരുതരമായ സംഗതിയാണ്. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കുടുംബത്തിനൊരു വിലയുണ്ടാവില്ല. നേർക്ക് നേരെ എതിർത്താൽ കഴുത്തങ്ങോട്ട് വെട്ടു. അങ്ങനെ കഴുത്ത് വെട്ടിയിട്ട് മരണപ്പെട്ടു പോയവരിൽ, ലഹരി ബാധിച്ചുകൊണ്ട് ലഹരിക്ക് അനുകൂലം നിൽക്കാത്തത് കൊണ്ട് മരണപ്പെട്ടവരിൽ ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, വല്ലിപ്പയുണ്ട്, ഭാര്യയുണ്ട്, ചെറിയ മക്കളുണ്ട്, എല്ലാരും വന്നു. ഞാൻ ചിത്രത്തിൽ വരാൻ ആരുമില്ല. അയൽവാസിയും കൂട്ടുകാരനും അടക്കം വെട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പൈശാചിക പ്രേരണയുള്ള ഒരു സംഗതിയാണിത്. മനുഷ്യനെ പിശാചാക്കുന്ന സംഗതിയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംറിന് വെച്ച പേരെന്താണ്? ഉമ്മുൽ ഖബായിസ്. ഖംറിന് വെച്ച പേരെന്താ? തങ്ങൾ ഉമ്മുൽ ഖബായിസ്, വൃത്തികേടുകളുടെ അനാവശ്യങ്ങളുടെ മാതാവ് എന്നാണ് അതിന് പേര് വെച്ചത്. ഇതുണ്ടെങ്കിൽ എല്ലാ അനാവശ്യങ്ങളും കൂടെ വരും. വിചാരം വരും, കൊലപാതകം വരും, മോഷണം വരും, ബഹുമാനക്കേട് വരും, വെറുപ്പിക്കൽ വരും, കൊന്നുകളയൽ വരും, പരദൂഷണം വരും, കളവ് പറയൽ വരും, എല്ലാം വരും സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അതിന് ഉമ്മുൽ ഖബായിദ് എന്ന് പേര് വെച്ചത്. അത് ചെറിയൊരു ദുരന്തമല്ല. മുദ്മിനുൽ ഖംറിനെയും കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ശിഷ്യൻ പറയുന്നു, രണ്ടാമത്തെ സംഗതി എന്താണെന്നറിയോ ഉസ്താദേ? എനിക്ക് എന്റെ നിങ്ങളെ ശിഷ്യന്മാർക്കും എനിക്കും ഇടയിൽ വല്ലാത്തൊരു രോഗമുണ്ടായിരുന്നു. അത് ഹസദ് എന്ന രോഗമാണ്. ആരും എന്നെ പോലെ വളരരുത്, ഉസ്താദിന്റെ അടുക്കൽ എന്നെ പോലെ സ്ഥാനമുള്ള ആളാകരുത് എന്ന നിലക്കായിരുന്നു എന്റെ കാഴ്ചപ്പാടും സമീപനവും. അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലാഹു തആല ഉയർച്ച കൊടുക്കുമ്പോ എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ നിഷേധിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു, ഞാനത് എതിർക്കുന്ന ആളായിരുന്നു. ഹസദ് എന്ന രോഗം ഈമാന് പോക്കുന്ന രോഗമാണ്. മനുഷ്യകുലത്തിൽ ആദ്യമുണ്ടായ രോഗമാണല്ലോ ഹസദ്. കാവല് ചോദിക്കാൻ പറഞ്ഞ കെടുതിയാണല്ലോ ഹസദിന്റെ കെടുതി. എത്ര മാനസിക രോഗങ്ങളുണ്ട് അല്ലാഹ് കാവല് ചോദിക്കാൻ പറഞ്ഞത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. എത്ര രോഗങ്ങളുണ്ട് മനസ്സിന്. എന്തേ ഈ രോഗത്തിൽ നിന്ന് മാത്രം ഒരു കാവല് ചോദിക്കുന്നത്? അതത്രയും കടുപ്പമുള്ള രോഗമാണ്. കുല്ലുൽ അദാവതിക തുർജായി സാലത്തുഹാ ഇല്ലാ അദാവതു മൻ അദാക ബിൽ ഹസദി. ഏത് ശത്രുതയും നീക്കപ്പെട്ടു പോയേക്കാം, ഏത് എതിർപ്പും നീങ്ങിപ്പോയേക്കാം. ഹസദ് കൊണ്ട് നിന്നോട് ഏതാരെങ്കിലും എതിർപ്പ് വെച്ചോ, അത് നീക്കാൻ കഴിയൂല. അത് നീക്കാൻ ലോകത്ത് കഴിയൂല. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെതിരെ ആ നാട്ടുകാരനായ ഒരു പണ്ഡിതൻ ഹസദ് വെച്ചിട്ട് ദ്വാരക്കുമായിരുന്നു. സദസ്സിൽ വെച്ച് ജനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്താ ദ്വാന്നറിയോ? ഷാഫി ഇമാമു തങ്ങളെ പെട്ടെന്ന് നീ മരിപ്പിക്കണേ അല്ലാഹ്. എങ്ങനെയുണ്ട് ഹസദിന്റെ മൂർച്ച? ഷാഫി ഇമാമു തങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമൊക്കെ പോയി പോകും. മാലിക് ഇമാമിന്റെ ഇൽമോടെ പോകാനാണ്. ആ മാലിക് ഇമാമിന്റെ 10-16 കൊല്ലത്തെ ശിഷ്യനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. പിന്നെ ഇൽമങ്ങനെ പോകാനാണ്. ഹസദ് മൂത്തിട്ടാണത്. ഹസദുൽ ഫതാഇദ് ലം യനാലു സഅയഹു ഫൽകുല്ലു അദാഉൻ ലഹു വഖുസൂമു. ഒരു പണ്ഡിതനോടും ഹസദ് വേണ്ട, ഒരു സയ്യിദിനോടും ഹസദ് വേണ്ട. പണ്ഡിതനോടോ സയ്യിദിനോടോ ഹസദ് വെച്ചിട്ട് ഉയരുന്നു തോന്നുന്നുണ്ടോ? ഉയരാൻ കഴിയൂല. എന്താണ് മഹാന്മാർ അതിന് ഉദാഹരണം പറഞ്ഞത്? ഒരാൾ അങ്ങനെ ഹസദ് വെച്ചാൽ അയാളെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത് എന്താണ്? ഒരാളെ അല്ലാഹു തആല ഇൽമു കൊണ്ട് ഉയർത്തിയ, അമല് കൊണ്ട് ഉയർത്തിയ, സമ്പത്ത് കൊണ്ട് ഉയർത്തിയ. സമ്പത്ത് കൊണ്ട് ഉയർത്തി എന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് നല്ലൽക്ക് ഉണ്ടാക്കി, നല്ലൽക്ക് ചെലവഴിച്ചു. അങ്ങനത്തെ ആരോടെങ്കിലും ഹസദ് വെച്ചാൽ അയാളെ പറ്റി മഹാന്മാർ ഉദാഹരണം വന്ന് കൽബുന്നൊരു നായയെ പോലെയാണ്.
ആ നായ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടെ നടക്കുമ്പോ നല്ല ഒരു സ്ഫടിക സമാനമായ ഒരു ചില്ലിലോ മറ്റോ ആ നായന്റെ പ്രതിരൂപം കണ്ടു. ആരപ്പ എനിക്കെതിരായ ഒരു നായ അവിടെ നിർത്തിയിട്ട് ഈ ചില്ല് പൊട്ടിച്ച് ആ ഉള്ളിൽ നിന്ന് ആ നായനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ നായ വല്ലാത്ത ശ്രമം നടത്തുക. എന്താണ്ടാകുക? ഇതിന്റെ മുഖവും ഇതിന്റെ അവയവങ്ങളൊക്കെ പൊട്ടിപ്പോകും, അല്ലേ? മുറിയായി പോകും. ഇതേ രൂപം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഉയരാൻ കഴിയൂല, ആള് തകർന്നു പോകും. ഈ നായന്റെ നിയല് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഈ പളുങ്കിലേക്ക് നോക്കിയിട്ട് ഇവിടെ ആരാ എന്നെ എതിർക്കാൻ വേണ്ടി വന്നൊരു നായാന്ന് കരുതിയിട്ട് ആ പളുങ്ക് തകർത്ത് അതിന്റെ നാവ് കൊണ്ട് അതിന്റെ മുഖം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി റെഡിയാക്കി പൊട്ടിക്കുമ്പോ ഇവിടുന്ന് ചോര വരികയാണ്. അപ്പുറത്ത് നോക്കുമ്പോ നായനെ കാണാനില്ല. ഇതേ രൂപഭാവമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഹസദ് വെച്ച് പോകരുത്. ഈമാന് പോയത് കണ്ടില്ലേ? ഫുളൈൽ ബിൻ ഇയാദ് തങ്ങളുടെ ശിഷ്യന്റെ ഈമാൻ. ശിഷ്യന്മാർ ഉസ്താദിന്റെ മുന്നിൽ വന്നിട്ട് വലിയ ആളാകുന്ന എനിക്ക് കണ്ടുകൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് ഉസ്താദിനെ പറ്റി, അവരോട് ബാക്കിയുള്ള ആളുകളെ പറ്റിയൊക്കെ വല്ലാത്ത കുറവാകുന്ന രൂപത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് ഉസ്താദേ. അവരോട് എനിക്ക് വലിയ അസൂയയാണ്. മൂന്നാമതായിട്ട് നമീമത്താണ് സ്വഭാവം. ശിഷ്യന്മാർക്കും ഉസ്താദുമാർക്കും ഇടയില് ഉസ്താദിന്റെ അടുത്ത് പോയി പറയുന്നത് ഒന്ന്, ശിഷ്യന്മാരടുത്ത് വന്ന് പറയുന്നത് മറ്റൊന്ന്. ഇവിടെ നിന്ന് അവിടെ പോയി പറയുന്നത് വേറൊന്ന്, അവിടെ നിന്ന് ഇവിടെ വന്ന് പറയുന്നത് വേറൊന്ന്. ഇതൊരു ഫിത്നന്റെ ഫസാദിന്റെ രൂപഭാവം സ്വീകരിച്ചു. ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ഇത്രയും കാലം സമ്പാദിച്ച ഇൽമും ഹിക്മത്തും മുഴുവനും എന്റെ മനസ്സിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ടു പോയി. കലിമ ചൊല്ലാൻ പോലും എനിക്കൊരു പിന്തുണ ലഭിച്ചില്ല. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ നമ്പറാണ് മുദ്മിനുൽ ഖംർ. നാലാമത്തെ നമ്പർ മാനിഉസ് സക്കാ. നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കുന്ന നാലാമത്തെ നമ്പർ മാനിഉസ് സക്കാ. സക്കാത്ത് കൊടുക്കാത്തവൻ. സക്കാത്ത് കൊടുക്കും, സ്വതക്ക കൊടുക്കും, റിലീഫും കൊടുക്കും, എല്ലാത്തിനും കൊടുക്കും. സക്കാത്ത് കൊടുക്കും. കാരണം സക്കാത്ത് കൊടുത്താൽ മൂപ്പരടുത്ത് ഇത്ര ഉണ്ടെന്ന് ആൾക്കാർ അറിഞ്ഞാലോ? അപ്പൊ ആരെയും കടം ചോദിക്കാൻ പോലെ അതുകൊണ്ട് കൊടുക്കണ്ട. സക്കാത്ത് കൊടുക്കും. സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ മുമ്പത്തേക്കാളും ഏറെ ഇപ്പോ കൂടിക്കൂടി വരും. സംഗതി കുറെ നല്ല നല്ല മനുഷ്യന്മാരൊതുങ്ങിയ കുറെ സാധുക്കളൊക്കെ ഉള്ള മഹല്ലാണെങ്കിലും സക്കാത്ത് നിർബന്ധമായ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാകാതെ ചെറുപ്പക്കാർ അക്കൗണ്ടിൽ വരെ ഇപ്പൊ സക്കാത്തിന് നിർബന്ധം ഉണ്ടാവും. മുമ്പൊന്നും 20 വയസ്സ് 22 വയസ്സായ ചെറുപ്പക്കാർക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. മുമ്പ് ഒരു 10 മുമ്പ് ഉണ്ടോ? എവിടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയോ? അറിയില്ല. ഇപ്പൊ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ അക്കൗണ്ട് അല്ലേ? അപ്പൊ ഇപ്പത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോ 22 വയസ്സുകാരന്റെ അക്കൗണ്ടിൽ കേടൊന്നല്ല ഞാൻ പറയുന്നത്. അവന്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ട്? അവന്റെ അക്കൗണ്ടിൽ 50,000 റുപ്യ ഉണ്ട്. ഒന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒന്നും ശേഖരിച്ചാൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഹൈറായ കാര്യങ്ങൾ ചെയ്യാലോ. തെറ്റുള്ള കാര്യം നല്ലത്. പക്ഷെ ഇത് വർഷം മുറി കൂടുമ്പോ സക്കാത്ത് കൊടുക്കണം. 1 ലക്ഷം 2 ലക്ഷം കൂടെ നിന്നോട്ടെ, സക്കാത്ത് കൊടുക്കണം. ഒരു വർഷമാകുമ്പോ ചുരുങ്ങിയ ശതമാനം 2.5% സക്കാത്ത്. ഇസ്ലാം എത്ര എളുപ്പമാണ്. 40 ആടുകളെ ഒരാൾ പോറ്റി വളർത്തിയിട്ടുണ്ടെങ്കിൽ അയാളോട് കൊടുക്കാൻ പറയുന്ന ഒരു ആടല്ലേ? 35 ആടാണ് ഒരാൾക്കുള്ള. സക്കാത്ത് ഉണ്ടോ? ഇല്ലല്ല. 39 സക്കാത്ത് ഉണ്ടോ? 40 ആടുണ്ടായാൽ ഒരാട്. എത്ര എളുപ്പം. ഒരു 4 ആടിനെ പോലും പറഞ്ഞില്ലല്ലോ. ഒരാട്. രണ്ടാമത്തെ ഒരാട് സക്കാത്ത് നിർബന്ധമായി വരണമെങ്കിൽ 100 ആയാലും ഇല്ല, 110 ആയാലും ഇല്ല, 120 ആയാലും ഇല്ല, 121 ആയാൽ രണ്ടാമത്തെ ആട്. എത്ര എളുപ്പമാണ് അല്ലാഹു തആല കൊടുത്തത്. ചുരുങ്ങിയതല്ലേ അല്ലാഹു തആല. അതെന്നെ തടസ്സം നിന്നാൽ ഇത്ര വലിയ ഇതിനേക്കാളും വലിയ ബഖീലാരാ? അല്ല കൊടുക്കാൻ പറഞ്ഞ സക്കാത്ത് കണക്കനുസരിച്ച് കൊടുക്കണം. അപ്പൊ നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടാകും. ആർക്ക്? കാരണവലെ മോനെ, അളാപ്പാന്റെ മോനെ, മുത്താപ്പാന്റെ മോനെ, സുഹൃത്തിനോ കടം കൊടുത്താണ്. എത്ര കൊടുത്ത്? മോന്റെ ഒരു ആവശ്യത്തിന് കൊടുത്തോളി, കൂലി കിട്ടും. 5 ലക്ഷം കൊടുക്കും. 5 ലക്ഷം കൊടുത്തിട്ട് ഉസ്താദ് അത് കിട്ടിയിട്ടില്ല. എത്ര വർഷമായി? 4 വർഷമായി. അടുത്ത വർഷം കിട്ടും. ഓരോ വർഷം ഇങ്ങനെ കിട്ടും പ്രതീക്ഷ. തരാത്ത ആളൊന്നല്ല. ഞാൻ നിർബന്ധിച്ചു ചോദിക്കല്ല. നിങ്ങൾ നിർബന്ധിച്ചു ചോദിക്കും വേണ്ട. കിട്ടുമ്പോ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുത്താൽ മതി. 5 ലക്ഷത്തിന് പിന്നെ കടം കൊടുക്കണ പരിപാടി തന്നെ വേണ്ടാ നിൽക്കൂലേ? കടം കൊടുത്തില്ല, അതിന്റെ കൂലി വേറെ കിട്ടും. സക്കാത്ത് കൊടുത്തില്ല, വേറെ കിട്ടും. കുറഞ്ഞ ശതമാനമല്ലേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എത്ര ചെറിയ സംഖ്യ കൊടുക്കാൻ പറഞ്ഞത്? 1 ലക്ഷത്തിന് 2.5% 2500 അല്ലേ? അത്രല്ലേ ഉള്ളൂ. 5 ലക്ഷം ആകുമ്പോ എത്ര കൊടുക്കേണ്ടേ? 10,000 റുപ്യ.
5 ലക്ഷമുള്ള ഒരാളോട് ഒരു 10,000 കൊടുക്കാൻ പറഞ്ഞ് ഏറെണോ? അതിന്റെ 10-1 കൊടുക്കാൻ പറഞ്ഞോ? ഇല്ല. 20-1 കൊടുക്കാൻ പറഞ്ഞോ? അതുമില്ല. 2% മാത്രം. ഒരു റുബുൽ ഉശ്ർ മാത്രമല്ലേ കൊടുക്കാൻ പറഞ്ഞു. അതിനെന്തിന് എത്ര പിഷ്കണ്? കടം കൊടുത്തിട്ട് കൊടുത്തിന്റെ കൂലി കിട്ടും. നല്ല നിയത്തോടെയാണെങ്കിൽ തരുമ്പോ കൊടുത്താൽ മതി സക്കാത്ത്. അല്ലാതെ കൊടുക്കാൻ ഓരോ വർഷം കൊടുക്കാൻ വേറെണ്ടോ? അങ്ങനെ കൊടുത്തിരുന്ന ഓരോ വർഷത്തെ ബാധ്യതയും കഴിയുമല്ലോ. ഒന്നായിട്ട് കിട്ടുമ്പോ പിന്നെ മടിയും പിഷ്കും തോന്നൂലല്ലോ. 1 ലക്ഷമാണ് കടം കൊടുത്തത്. ആ 1 ലക്ഷം 5 കൊല്ലം കഴിഞ്ഞിട്ടാ കിട്ടിയതെങ്കിൽ 1 കൊല്ലത്തിൽ കൊടുത്താൽ മതി സക്കാത്ത്. 5 കൊല്ലത്തിനുള്ള കൂട്ടി അല്ലാഹ് ഉസ്താദേ, അപ്പൊ കുറച്ച് ഏറായല്ലോ. അത് ഓരോ വർഷത്തിന്റെ കണക്കാ കൂട്ടുന്നത്. ഓരോ വർഷത്തിന്റെയും ഓരോ ലക്ഷത്തിന്റെ കണക്കാ കൂട്ടുന്നത്. സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് അവർ കാഫിരീങ്ങളാണല്ലേ. അല്ലദീന ലാ യുതൂന ബിസ്സക്കാത്തി ഹും ബിൽ ആഖിറതി കാഫിറൂൻ. അവർക്ക് ഈമാനില്ല. അവർക്ക് ശരിക്കും അല്ലാഹു തആല നിയമത്തിന് വിശ്വാസമല്ല. സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. നമ്മളാ ലിസ്റ്റിലുണ്ടാകരുത്. ചുരുങ്ങിയതാണ് അല്ലാഹു നമ്മളെ കയ്യിൽ തന്നത്. ഇഷ്ടം പോലെ സ്വത്തുണ്ടായിട്ട് സക്കാത്ത് കൊടുത്ത മഹാന്മാരുണ്ട്. സ്വഹാബിമാരൊക്കെ അങ്ങനെയാണ്. സക്കാത്തും കൊടുത്തിട്ടുണ്ട്, സ്വതക്കയും കൊടുത്തിട്ടുണ്ട്. കൊടുത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തൊരു കാലം വന്നിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അത്രമാത്രം സക്കാത്ത് മുഅ്മിനീങ്ങൾ കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, കച്ചവടത്തിന്റെ സക്കാത്ത് നോക്ക്. നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ലേ അല്ലാഹ് നിർബന്ധമാക്കിയത്? മാസം സക്കാത്ത് അല്ലാഹ് നിർബന്ധമാക്കിയോ? ഇല്ലല്ലോ. ആഴ്ചയിൽ സക്കാത്ത് അല്ലാഹ് നിർബന്ധമാക്കിയോ? ഇല്ലല്ലോ. ദിവസങ്ങളിൽ കിട്ടുന്ന വരുമാനത്തിൽ സക്കാത്ത് നിർബന്ധമാക്കിയോ? ഇല്ലല്ലോ. വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ലേ നിർബന്ധമാക്കിയത്? കച്ചവടം തുടങ്ങിയത് ശഅബാൻ 1-നാണ്. പിറ്റത്തെ കൊല്ലം റജബ് 30 പൂർത്തിയാകുമ്പോ പീടികയിലുള്ള വസ്തുക്കൾ, വിൽപ്പന വസ്തുക്കളൊക്കെ ഒന്ന് കൂട്ടി നോക്കിയിട്ട് ഈ പറയുന്ന അളവനുസരിച്ച് സക്കാത്ത് കൊടുക്കാനുള്ള തുകക്കുള്ള സ്വത്തുണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുക്കേണ്ടതുള്ളൂ. കൊടുക്കേണ്ടത് പഞ്ചാരയും കാപ്പിയും കാപ്പിപ്പൊടിയും ചായപ്പൊടിയും അല്ല. കൊടുക്കേണ്ടത് വിലയാണ് കൊടുക്കേണ്ടത്. ജ്വല്ലറി നടത്തുന്ന ആള് കൊടുക്കേണ്ടത് സ്വർണമല്ല, കൊടുക്കേണ്ടത് വിലയാണ്. ആ ജ്വല്ലറിയിലുള്ളതൊക്കെ വിൽപ്പന വസ്തുക്കളാണ്. ആ വളയും അവിടെ കൊണ്ടുവന്ന് വെച്ച ആഭരണങ്ങളൊക്കെ വിൽക്കാനുള്ളതല്ലേ, അതിനെ കണക്ക് കൂട്ടിയിട്ട് റേറ്റ് കൂട്ടിയിട്ട് അപ്പൊ ആൾക്കാർ 2% കൊടുക്കാണ്ടായിക്കോട്ടെ കൊണ്ടല്ലേ ജ്വല്ലറി എടുത്താൻ കഴിയും. അങ്ങനെ ഓരോ കച്ചവടക്കാരും കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സമൂഹത്തിൽ എത്ര രക്ഷപ്പെടുത്താൻ കഴിയും. ആ ഒരു മാർഗം തടയരുത്. 5ാമത്തെ മെമ്പർ എണ്ണുന്നു, അതിലും നമ്മൾ ഉണ്ടാകരുത്. വാക്കിലുദ്ദിബാ, പലിശ ഭക്ഷിക്കുന്നവനാ. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. ആരെയും ആശ്രയിക്കാതിരിക്കാൻ വേണ്ടി 4 സെന്റ് 5 സെന്റ് ഹൈവേയുടെ ഭാഗത്തോ മറ്റോ ഭാഗത്തോ ഒന്ന് വിൽപ്പന നടത്തും. അങ്ങനെ ഒരു 40 ലക്ഷം കിട്ടും. അതുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓരോ വർഷവും അതിൽ നിന്നുള്ള വിഹിതം ഇങ്ങോട്ട് വാങ്ങും. അതിന് സക്കാത്ത് കൊടുക്കാന്. ഏതാ വിഹിതം? പലിശ വിഹിതം വാങ്ങാണ് സക്കാത്ത് കൊടുക്കാന്. പിന്നെയോ നോമ്പ് തുറക്ക്, പിന്നെയോ കല്യാണത്തിന്, സൽക്കാരത്തിന്. നഊദു ബില്ലാഹ്. സുഹൃതങ്ങൾക്ക് മുഴുവനും ഇത് ചെലവാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ആർക്കും ഉടമസ്ഥാവകാശമില്ലാത്ത സ്വത്തിലാണോ നമ്മൾ കൂലി പ്രതീക്ഷിക്കുന്നത്? അതിലാണോ ആഖിറം പ്രതീക്ഷിക്കുന്നത്? അനങ്ങിയാൽ പലിശയാണ്. നമ്മൾ നല്ലോണം സൂക്ഷിക്കേണ്ടതാണ്. ക്ഷമ വേണം, കഠിനാധ്വാനം വേണം. പതുക്കെ കാര്യങ്ങൾ നിർവഹിക്കണം. 4 കുട്ടികൾ 3 കുട്ടികളാകുമ്പോഴേക്കിന് ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ വീട് കെട്ടിയിട്ട് ആ വീട്ടിൽ 1 കൊല്ലത്തിന്റെ ഉള്ളിൽ തന്നെ താമസിക്കണം. അങ്ങനെ നിർബന്ധം ഇസ്ലാമിലുണ്ടാ? ഇല്ലല്ല. അങ്ങനെ തോന്നിപ്പോ ആൾക്കാർ പ്രവർത്തനം കണ്ടില്ല. ഘട്ടം ഘട്ടമായിട്ട് നല്ല ഹലാലാ ജോലി എടുത്തു. അങ്ങനെ 5 കൊല്ലം കൊണ്ട് കുറച്ച് ലാൻഡ് വാങ്ങി നല്ല പുരയെടുക്കാൻ പറ്റും. അങ്ങനെ 1 കൊല്ലം അയാൾ ജോലി എടുത്ത് കുറച്ചങ്ങനെ സൂക്ഷിച്ചു വെച്ച് തറക്കുള്ള കല്ല് വാങ്ങി തറയിട്ട്, പിന്നെ 2-3 കൊല്ലം അങ്ങനെ കാത്തു നിന്ന് കുറച്ചൊക്കെ ആളുകളോട് കടമ്പും വാങ്ങിയിട്ട് നല്ലൊരു പുരയെടുത്തു. 1-2 കൊല്ലം കൊണ്ട് കടങ്ങളൊക്കെ വീട്ടി. അങ്ങനെ പോരെ? ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ചെയ്താൽ പാകത്തിന് ചെയ്താൽ പോലെ അല്ലാഹു തആല ബർക്കത്ത് തരൂലേ? അക്രമമായിട്ട് അതിക്രമമായിട്ട് ഒന്നും സ്വീകരിക്കാതിരുന്നതിനൊക്കെ ബർക്കത്ത് തരും. അല്ലാഹു നമുക്ക് ബർക്കത്ത് തേടി തരട്ടെ. ഹദീസ് വായിക്കട്ടെ. വല്ലദീ യുതല്ലിഖു വയുംസികു
ത്വലാഖ് ചൊല്ലിയിട്ട് ഭാര്യനെയും കൊണ്ട് കൂടെ എങ്ങനെ ജീവിക്കുക. 3 ത്വലാഖും ചൊല്ലിയിട്ടുണ്ട്. ഉസ്താദിനോട് ഒന്ന് ചോദിച്ചു, ഉസ്താദെ 3 ത്വലാഖും ഞാൻ എന്റെ ഭാര്യനെ ചൊല്ലിപ്പോയി, നിങ്ങൾ കാര്യത്തിലാണോ ചൊല്ലി? കാര്യത്തിൽ തന്നെയാണ്. കാര്യത്തിൽ പറഞ്ഞാലും കളിയിൽ പറഞ്ഞാലും ഒക്കെ കാര്യമാണല്ലോ ത്വലാഖ് എന്ന് പറഞ്ഞാല്. എങ്ങനെയാലും കാര്യം മാത്രമേ ശിഷ്ടം കിട്ടൂ. കളിയിലാ പറഞ്ഞെങ്കിലും കാര്യത്തിലാ പറഞ്ഞെങ്കിലും കാര്യമാണ് ഫലമുള്ളത്. ഞാൻ 3 ത്വലാഖും ചൊല്ലി ശരിയാണ്. ഇനി എന്താണ് മാർഗം? ഇനി നല്ലൊരു മാർഗമുണ്ട്, നിങ്ങൾക്കുള്ള ശിക്ഷയാണ്. എന്താണ് ഉസ്താദേ മാർഗം? ഇപ്പൊ ത്വലാഖ് കഴിഞ്ഞ ഇദ്ദ കഴിഞ്ഞിട്ട് അതാ മറ്റൊരാൾ ഈ പെണ്ണിനെ വിവാഹം ചെയ്യണം. വിവാഹം ചെയ്താൽ മാത്രം പോരാ, ഈ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. ശരിയായ രൂപത്തിൽ തന്നെ ബന്ധം നടക്കണം. ബന്ധം നടന്നിട്ട് മറ്റാൾ നിർബന്ധിക്കരുത്. അയാളെ രൂപത്തിൽ അയാൾ ത്വലാഖ് ചൊല്ലിയിട്ട് ഒഴിവാക്കി പോണം. ആ ത്വലാഖ് കഴിഞ്ഞിട്ട് ഇദ്ദ കഴിയണം. ഇദ്ദ കഴിഞ്ഞിട്ട് പുതിയ മഹറും കൊടുത്ത് നിക്കാഹ് ചെയ്യണം. എന്നിട്ട് ഇണയാക്കി സ്വീകരിക്കണം. അങ്ങനൊക്കെ കൂടി ഉസ്താദേ, ഇതാരും അറിയാതെ കൂട്ടിക്കൊണ്ടാ പോലെ. ആരറിയാതെ കൂട്ടിക്കൊണ്ടുവന്നാ പറഞ്ഞേ. നാട്ടിൽ എത്രയോ ഉണ്ട് ത്വലാഖ് ചൊല്ലിയ പെണ്ണുങ്ങളായിട്ട് കൂടെ നീണ്ടില്ലെങ്കിൽ വല്ലതി യുത്തല്ലിഖുവയും ത്വലാഖ് ചൊല്ലിയിട്ട് പിന്നെ അങ്ങനെ ഒരുമിച്ച് ജീവിക്കുക നരകത്തിൽ പോകുന്ന പണിയാണ്. ചെറിയ പണിയാണ്, ചെറിയ കാര്യം. ആൾക്കാർ നാട്ടുകാരും എതിർത്തില്ല എന്ന് വരും. പിന്നെന്താ കാര്യം? നാട്ടുകാരും എതിർക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണോ നോട്ടം നോക്കണ്ടേ? ഒരു പക്ഷേ സമ്പത്ത് നല്ലോണം ഉള്ളതുകൊണ്ട് അതിലൂടെ ഉണ്ടായ കുട്ടികളെയും ആരും കെട്ടിക്കൊണ്ടേന്നും വരാം. പക്ഷെ അതൊന്നും രക്ഷപ്പെട്ടു എന്നുള്ള തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ആ മനുഷ്യനെയും നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടും. 6ാമത്തെ നമ്പർ വല്ലദീ യഹ്കുമു ബിൽ ജൗരി, അക്രമം കൊണ്ട് വിധി നടത്തുന്ന ആള്. എന്ത് വിഷയം തീരുമാനിക്കുമ്പോൾ അക്രമമുണ്ട്, ഒരു ചതിയുണ്ട്. ആ അക്രമം കൊണ്ട് തീരുമാനം പറയുന്ന ആളും നരകത്തിലേക്കാണ്. വൽ മാശീ ബിൻ നമീമാ, നമീമത്തുമായിട്ട് ജീവിക്കുന്ന ആളില്ലേ, മുസ്ലിമിന് തൊടാൻ പറ്റാത്ത സ്വഭാവങ്ങൾ, ദുസ്വഭാവമാണത്. കാദിബീങ്ങളുടെ സ്വഭാവമാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ഫലാ തുതീൽ മുകദ്ദിബീൻ. കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആളുകളോട് നിങ്ങൾ വഴിപ്പെടരുത്. അവരുടെ സ്വഭാവങ്ങളാണ് പിന്നെ എണ്ണിയത്. ഹമ്മാസിൻ മശാഇൻ ബിനമീം, അവിടെയും ഇവിടെയും ഫിത്ന ഉണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, കുഴപ്പങ്ങൾ പറയാ, എന്നിട്ട് ചിരിക്കുക. ആ കുഴപ്പത്തിന് വേണ്ടി തന്നെ ഒരു സമയം ചെലവഴിക്കുക. ഫിത്നയും ഫസാദ് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരത്തിനാ നമീമത്ത് എന്ന് പറയുന്നത്. ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ? അതേ അടുത്ത നമ്പർ ഷാഹിദുസ്സൂർ. 8ാമൻ ആരാന്നറിയോ? ഷാഹിദുസ്സൂറാണ്. അനാവശ്യ സാക്ഷിയില്ലേ, വ്യാജനായ സാക്ഷിയില്ലേ. എന്തിനൊക്കെയാണ് ആളുകൾ സാക്ഷി നിൽക്കുന്നത്? എന്തിനാ സാക്ഷി നിൽക്കുന്നത്? ഒരു മോശപ്പെട്ട ആളെ ശിക്ഷിക്കാൻ കൊണ്ടുപോയപ്പോ അയാള് നല്ല ആളാണ് എന്നുള്ളതിന് സാക്ഷി നിൽക്കുക. എന്നാ എന്താ കാര്യം? അക്കൗണ്ടിലേക്ക് 10,000 വരും. സാക്ഷി വേറൊരാളാണ് കുറ്റകൃത്യം, ഇയാൾ അങ്ങനെ ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് മാറിപ്പോയതാണ്. ഒരു 4 നമ്പർ അടിച്ചു കൊടുത്താൽ മതി, കാശ് വരും. എന്തെല്ലാമാണ് ആൾക്കാർ സാക്ഷി നിൽക്കുന്നത്? എന്തിനൊക്കെയാണ് സാക്ഷി നിൽക്കുന്നത്? അത് ഇയാളെ സ്ഥലമാണ്, അയാളെ സ്ഥലമല്ലാന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഓരി പറയുന്നോക്കണ്ട് ഇയാളെ സ്ഥലമാണ്, ഞങ്ങളൊക്കെയാണ് സാക്ഷി എഴുതിക്കൂടി രേഖപ്പെടുത്തി. ആരെ സ്ഥലം എന്നില്ലേ? ഇയാളുടെ സ്ഥലമാണോ അത്? അല്ല. അയാളുടെ ഉപ്പയിൽ നിന്ന് അനന്തരം കിട്ടിയ സ്ഥലമാണോ? അതുമല്ല. അയാൾ കീഴ്പ്പെടുത്തിയ സ്ഥലമാണ്. എന്നിട്ട് അവകാശ സ്ഥലമായിട്ട് സാക്ഷി നിന്ന് കൊടുത്തു. സാക്ഷികൾ വേണമല്ലോ ഒപ്പിടാനായാലും. ഞാൻ ആ പരമ്പര ഉണ്ടെന്നില്ല, അങ്ങനെ ഒരുപാടുണ്ട്. തിന്മക്ക് വേണ്ടിയുള്ള സാക്ഷികൾ അധികരിച്ചു വരികയാണ്. അവർക്കൊക്കെ എന്താ പണി വെച്ചാൽ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല, ഇവിടെ അങ്ങനെ ചെറിയ പണിയാണ്. എന്താ പണി എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പണികളാണ്. ഈ ചെറിയ ചെറിയ പണികൾ അവരോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ആഴ്ചയിൽ 2-3 ശാസി വിസ്താരത്തിന് കൂട്ടും കൊടുത്താൽ മതി. ഇഷ്ടം പോലെ കിട്ടിപ്പോകില്ലേ ദുനിയാവ്? കാശ് ഒരു വർക്കത്തുമില്ലാത്ത കാശ് അങ്ങനെ കിട്ടുക. അങ്ങനെ കള്ളം പറഞ്ഞിട്ട് കിട്ടുന്ന കാശല്ലേ, എന്ത് വർക്കത്തുണ്ട? ഒരാള് ത്വലാഖ് ചൊല്ലി 3 ചൊല്ലി, 1 ചൊല്ലിയിട്ടുള്ളൂ എന്ന് ഇയാള് പറയുന്നു. അതിന് സാക്ഷി കൊടുത്താൽ 1 ലക്ഷം കിട്ടും. കേട്ട ഭാര്യയും ഭാര്യ-മാതാവും സഹോദരങ്ങളൊക്കെ പറയുന്നു 3 ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ സാക്ഷി വിസ്താരമായിട്ട് ഇയാളെ കൂടെ പോയി കോടതിയിൽ അയാൾക്ക് റിപ്പോർട്ട് വന്നു, 1 ചൊല്ലിയിട്ടുള്ളൂ, ഈ സാക്ഷികൾ മുഖേന സ്ഥിരപ്പെട്ടത് കൊണ്ട് ഇനി കൂടെ ജീവിക്കാം.
എന്തെല്ലാം സാക്ഷി വിസ്താരങ്ങളാണ് സുബ്ഹാനല്ലാഹ്. ഷാഹിദ് സൂർ കഴിഞ്ഞിട്ട് 9ാമത്തെ നമ്പർ താരിഖുസ്സലാ, നിസ്കാരം ഉപേക്ഷിക്കുന്ന മുസ്ലിം നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടുന്നവനാണ്. ഇങ്ങനെ കൂട്ടി നോക്കി എത്ര ആൾ ഓർത്തു? മഹല്ലടിസ്ഥാനത്തിൽ ഇങ്ങനെ നോക്കാം, ഈ നമ്പറുകളൊക്കെ നോക്കാം മഹല്ലടിസ്ഥാനത്തിൽ. അപ്പൊ നേരത്തെ പറഞ്ഞ 1001 ഉണ്ടാവുള്ളൂ അല്ലേ? അതിലധികം ഉണ്ടാവൂ? നമ്മളൊന്ന് ചിക്കി ചികഞ്ഞ് നോക്കിയാൽ അങ്ങനല്ലേ സഹോദരങ്ങളെ വരുള്ളൂ. അത് നിസ്കരിക്കാത്തവര് എന്ന അർത്ഥത്തിൽ എത്രയോ ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ കഴിയും. എന്തിന്? താരിഖുസ്സലാ എന്നുള്ളതിന്. താരിഖുസ്സലാ, നിസ്കരിക്കാത്തവന് സാക്ഷിക്ക് പറ്റോ? ഓനൊന്നിനും പറ്റൂല. ഭക്ഷണം കിട്ടാതെ ഇരുന്നാല്, ഭക്ഷണം കിട്ടാതെ ഒരു മുസ്ലിമായ മനുഷ്യൻ, മുത്തഖിയായ മനുഷ്യൻ വിഷമിച്ചാൽ, നായനെ കണ്ടു, നായനെ അറുത്ത് തിന്നൽ ഹലാലായ ഘട്ടമാണ്. ജീവൻ സൂക്ഷിക്കാൻ വേണ്ടി നായനെങ്ങനെ അറുക്കാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് നിസ്കരിക്കാത്തോൻ വരുന്നത്. നായനെ വിട്ടിട്ട് നിസ്കരിക്കാത്തോനെ പിടിക്കണം, ഓന്റെ കാലിന്റെ തൊടയിൽ നല്ലൊരു ഇറച്ചി കഷ്ണം മുറിച്ചെടുക്കണം, എന്നിട്ടത് ഭക്ഷിക്കൽ ഹലാലാണ്. ആ ഗൗരവമുള്ള നജസായ നായന്റെ ബഹുമാനം പോലും താരിഖുസ്സലാത്തിനില്ല. നിസ്കരിക്കാത്ത മനുഷ്യൻ ഫാസിഖല്ലേ സഹോദരങ്ങളെ? ഒരൊറ്റ വഖത്ത് കാരണമില്ലാതെ ഒഴിവാക്കിയാണ് ആള് ഫാസിഖായി പോകൂലേ? എന്നും നിസ്കരിക്കാത്തവന്റെ അവസ്ഥ എന്താണ്? എന്നും സുബഹി നിസ്കരിക്കാത്തവന്റെ കഥ എന്താണ്? എന്നും ഇശാ നിസ്കരിക്കാത്തവന്റെ അവസ്ഥ എന്താണ്? ഒരൊറ്റ നിസ്കാരം പ്രായപൂർത്തി എത്തിയതിനു ശേഷം അള്ളാഹ് നിശ്ചയിച്ച കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒഴിവാക്കുന്ന മനുഷ്യന്റെ പേര് ഫാസിഖല്ലയോ? തീരെ നിസ്കരിക്കൂല, വെള്ളിയാഴ്ച മാത്രം ഒന്ന് നിസ്കരിക്കും. എന്തിന്? ബാക്കിയുള്ളവരൊക്കെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി, ആ ഒരു നിസ്കാരത്തിന് വേണ്ടി മാത്രം വരും. സുബ്ഹാനല്ലാഹ്. ഈ നിസ്കരിക്കാത്ത മനുഷ്യന്മാര്, പതിവായി നിസ്കരിക്കാത്തവര് ആഖിറത്തിൽ എവിടെയാണ് എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്? മല്ലം യുഹാഫിദു അലൈഹാ, നിസ്കാരത്തിൽ കൃത്യത പാലിക്കാത്തവൻ. അങ്ങാടിയിലൊക്കെ പോകും, ഒരു മഗ്‌രിബ് നിസ്കരിക്കും, വെള്ളിയാഴ്ച ഒരു ജുമുഅ നിസ്കരിക്കും, കഴിഞ്ഞു. വീട്ടിൽ നിന്ന് സുബഹിയില്ല. ഭാര്യമാര് പറഞ്ഞു തോറ്റുപോയി. അവര് നേരത്തെ എണീറ്റ് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, സുബഹി നിസ്കരിക്കുന്നു. ഇവന്റെ പറച്ചിൽ എന്താണെന്നറിയോ? ഞാൻ കൊണ്ടുവന്നിട്ടാണ് നിന്നെ പോറ്റുന്നത്, എന്നെ ശല്യം ചെയ്താൽ പോരെന്ന് ഞാൻ ഇറക്കി വിടും. ആമന്ന സല്ലന്ന, നിങ്ങൾ നിസ്കരിച്ചാലും വേണ്ട, നിസ്കരിച്ചാലും വേണ്ടില്ല. ഞാനിവിടെ കുടുങ്ങിപ്പോയില്ല പെണ്ണ്. ഒറ്റ വാണിങ്. എത്ര ധൈര്യം എന്ന് പറയാം. അങ്ങനൊക്കെ പറയാനുള്ള ധൈര്യം നോക്കുകയാണെങ്കിൽ, തൊലിക്കെട്ടി നോക്കുകയാണെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. ചെറിയ ഗൗരവമുള്ള വിഷയമാണോ? ഒരു സ്ഥലത്ത് ഭർത്താവ് നിസ്കരിക്കുന്നില്ല, ഉസ്താദെ ദ്വാരക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ നിസ്കരിക്കാൻ പറയില്ലേ? നിസ്കരിക്കാൻ ഒരിക്കൽ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒരു തലാക്കാൾ ചൊല്ലിയിട്ടുള്ളത്. നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഒരു തലാക്ക് ചൊല്ലിയിട്ടുള്ളത്. ഇനി രണ്ടാമത് നിസ്കരിക്കാൻ വേണ്ടി സുബഹിക്ക് വിളിച്ചാൽ 2, മൂന്നാമത്തെ കഴിഞ്ഞാൽ 3 കഴിഞ്ഞില്ലേ? ദ്വാരക്കാൻ നേരായി. ഞാൻ ഈ ഹദീസ് ഒന്ന് പൂരിപ്പിക്കണം. താരിഖുസ്സലാ, നിസ്കാരം ഒഴിവാക്കുക. നമ്മളെ മക്കളിലോ കുടുംബങ്ങളിലോ ആരും താരിഖുസ്സലാകരുത്. നിസ്കരിക്കാത്ത മനുഷ്യന്മാർക്ക് പൊന്നു കൊടുക്കരുത് സഹോദരങ്ങൾ. ഈ ചെറുപ്പക്കാരന്റെ ഈ ക്ലിപ്പ് കേട്ടിട്ട് അതിന്റെ പിന്നാലെ അടിക്കുറിപ്പ് പലതും എഴുതിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാനൊന്നും വായിക്കില്ല. നിസ്കരിക്കാത്ത ആളുകളെ നന്നാക്കണം, അതിനാ പൊന്നു കൊടുക്കരുത് എന്ന് പറഞ്ഞു. നിസ്കരിച്ച് നന്നായി വരട്ടെ ആള്, എന്നിട്ട് നല്ല മുത്തഖിയായ ഇഖ്ലാസുള്ള ആളായിട്ട് തൗബ ചെയ്ത് വരട്ടെ, എന്നിട്ട് കൊടുക്ക അല്ലേ? ഇത് ജോലി എന്ന് കാണുമ്പോ കൊടുത്തു, അതാ അവര് നിസ്കരിക്കാത്ത. അങ്ങനെ കൊടുക്കരുത്. നല്ല ദീനും ഖുലുഖുള്ളവർക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. സ്വാലിഹത്തായ പെണ്ണുങ്ങൾ അവർക്കാണ് ചേർത്തി കൊടുക്കേണ്ടത്. അല്ലാതിരുന്നാൽ സ്വന്തം വീട്ടിൽ നിന്ന് ശീലിച്ച അതേ ശീലം വീട് കെട്ടിയിട്ട് വേറെ താമസിക്കുമ്പോഴും ആ പെണ്ണ് സുബഹിക്ക് നിസ്കരിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, മക്കളും നിസ്കരിച്ച് അവർ മദ്രസയിലേക്ക് പോകുന്നു. ഇവന് നിസ്കാരമില്ല. റബ്ബവന് കൊടുക്കുന്ന ദുനിയാവ് അവൻ വിചാരിച്ചു, അവനെ സമ്മതിച്ച് അംഗീകരിച്ചത് കൊണ്ട് കൊടുക്കാണ്. അല്ലേ? അല്ല. അവൻ
അവനെ ഒരു പിടുത്തം പിടിക്കാൻ വേണ്ടി അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണ വസ്തുവാണ്. അവനത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. പെട്ടെന്നൊന്ന് അല്ലാഹു തആല ഒരു ബ്ലോക്ക് കൊടുത്തു പോയാൽ, പെട്ടെന്ന് അല്ലാഹു തആല അവന്റെ നരമ്പിനൊരു ക്ഷതമേൽപ്പിച്ചാൽ, പിന്നെ അവൻ വിളിക്കാത്ത ഉസ്താദുമാരില്ലല്ലോ, ചൊല്ലാത്ത ദിക്റുകളില്ലല്ലോ, ചെയ്യാത്ത അമലില്ലല്ലോ. കാണാൻ പോകുന്ന ആളുകളോട് ഇതൊന്ന് മാറി കിട്ടിയെങ്കിൽ പള്ളിയിൽ പോകാമായിരുന്നു എന്ന് പറയാണ്. കേൾക്കുന്നവർ മാറി നിന്ന് ചിരിക്കാണ്. എന്തെങ്കിലും മാറി നിന്ന് ചിരിക്കുന്നത് അല്ലൊരു ആഗ്രഹം പറഞ്ഞ് കേട്ടിട്ട് ചിരി വന്നു പോയതാണ്. ഈ അസുഖം മാറിയാൽ പെട്ടെന്ന് മൂപ്പർക്ക് പള്ളിക്കൊക്കെ പോകണമെന്നുണ്ട്. ഇതിന്റെ മുമ്പോ പള്ളിന്റെ പടിവാതിൽക്കലേക്ക് ആള് കടന്നിട്ടില്ല. ഇപ്പൊ മാത്രമുള്ള ആഗ്രഹം പള്ളി പോകാനുള്ള ആഗ്രഹമല്ല, രോഗം മാറി കിട്ടാൻ വേണ്ടി പറഞ്ഞ ആഗ്രഹമാണ്. അതുകൊണ്ട് ചിരി വന്നു പോയതാണ്. പള്ളിയൊക്കെ ഒരാൾ പോകാറുള്ള സന്തോഷം തന്നെയല്ലേ? പക്ഷെ മൂപ്പര് പള്ളിയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കേട്ടപ്പോൾ നമുക്ക് ചിരി വന്നത്. നല്ല ആരോഗ്യമുള്ള 40 കൊല്ലം അല്ലാഹു തആല കൊടുത്തിട്ട് ഇതുവരെ ആ പടിവാതിൽ കടന്നിട്ടില്ല. ഇപ്പൊ രോഗം വന്നപ്പോ മാത്രം ഒരു ആഗ്രഹം, ഇതൊന്ന് മാറി കിട്ടിയാ പള്ളി പോകായിരുന്നു. നേരത്തെ പോയിക്കൂടാനില്ലേ? അപ്പൊ ഇനി പള്ളിയിൽ പോകാനുള്ള ആഗ്രഹത്തിനാണോ അങ്ങനെ പറയുന്നത്? അല്ല, ഇത് മാറാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തിനാണ്. അത് ആത്മാർത്ഥമായിട്ടല്ല. താരിഖുസ്സലാ, അതിൽ മെമ്പർഷിപ്പ് എടുക്കരുത്. 10ാമത്തെ ഹതഭാഗ്യൻ വല്ലദീ യൻദുറു ലിവാലിദൈഹി ബിഐനിൽ ഗളബ്, ദേഷ്യത്തിന്റെ കണ്ണുകൊണ്ട് മാതാപിതാക്കളിലേക്ക് നോക്കുന്നവൻ നരകത്തിലേക്ക് വിധിക്കപ്പെടുന്നവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മുത്തഖീങ്ങളായി ജീവിക്കണം. ഇതൊക്കെ മാറ്റുന്ന ആൾക്കാരാണ് മുത്തഖീങ്ങൾ. ഈ 10 മെമ്പർമാരും എന്റെ ഉമ്മത്തിൽ നിന്ന് നരകത്തിലേക്ക് കൽപ്പിക്കൊടുന്നവനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആരാ നരകത്തിലെത്തുന്നത്? മുത്തഖീങ്ങൾ മാത്രമാണ്. ആ കൂട്ടത്തിൽ ഇടം പിടിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സ്വർഗ്ഗത്തിൽ പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. മുത്തഖീങ്ങളല്ലാത്ത ആളുകൾ ആരും സ്വർഗ്ഗത്തിലെത്തൂലേ. അവർക്കാണ് സ്വർഗ്ഗം എന്നാ ഖുർആനിലുടനീളം പറയുന്നത്. മുത്തഖീങ്ങൾക്ക് 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 അവർക്കാണ് സ്വർഗ്ഗം. അപ്പൊ മുത്തഖിയായി ജീവിക്കണം. അവരുടെ സ്വഭാവങ്ങളൊക്കെ മേളിക്കണം. അവരുടെ സംസ്കാരങ്ങളൊക്കെ സ്വീകരിക്കണം. ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം നിങ്ങൾ കേട്ടില്ലേ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. എന്റെ സമയമായി എന്നാ പറയുന്നത്. ബുദ്ധിമുട്ടുള്ള കാലത്തും വിഷമുള്ള കാലത്തും സന്തോഷമുള്ള കാലത്തും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്നവർ മുത്തഖീങ്ങൾ. ആദ്യ ലക്ഷണം ഒരു സൂറത്തിൽ അല്ലാഹു എണ്ണിയത് അങ്ങനെയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. സന്തോഷമുള്ള സമയത്തും ബുദ്ധിമുട്ടുള്ള സമയത്തും അവർ ചെലവഴിക്കും. കാരണം അവർ മുത്തഖീങ്ങളാണ്. ഉള്ളതിനനുസരിച്ച് കൊടുക്കാനാണ് അവരെ മനസ്സിൽ താല്പര്യം. എടുത്തു വെക്കാനല്ല, കഴിവനുസരിച്ച് കൊടുക്കാനാണ്. ഇപ്പൊ പ്രാരാബ്ധമാണ് എന്നാലും കൊടുക്കാമല്ലോ. ഇപ്പൊ സന്തോഷമാണ് എന്നാലും കൊടുക്കാമല്ലോ. ഒന്നുമില്ലാത്ത സമയത്ത് കിട്ടുന്ന തുച്ഛം ദീനാർ സ്വതക്ക ചെയ്തിരുന്ന മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അന്ന് കൊടുക്കാനുണ്ടായിരുന്നത് 5 ദിർഹമാണ്, 10 ദിർഹമാണ്. പിന്നെ കച്ചവടത്തിൽ അല്ലാഹു വലിയ പുരോഗതി കൊടുത്തപ്പോ, വലിയ സന്തോഷം കിട്ടിയപ്പോ 700 ഒട്ടകത്തിന്റെ പുറത്തൊക്കെയാണ് മദീനയിലേക്ക് ചരക്ക് വരാറുള്ളത്. ഓരോ കച്ചവടം കഴിഞ്ഞിട്ട് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് 2000 ദിർഹം, 3000 ദിർഹം ലാഭത്തിനനുസരിച്ച് ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് ആയിഷ ബീവിന്റെ വാതിൽ പടിക്കൽ വെച്ചിട്ട് പറയും, ഉമ്മാ ഈ കഴിഞ്ഞ ആഴ്ച കച്ചവടത്തിന്റെ ലാഭമാണ്, ഒന്ന് ദുആ ചെയ്യണേ. ഇവിടെ വെച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ധർമ്മം കണ്ടിട്ട് സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. നേരത്തെ സ്വർഗം കൈക്കലാക്കിയ മഹാന്മാരിൽ 10 ആളുകളിൽ ഒരു മഹാനാണ്. സ്വതക്ക കൊടുക്കുന്നത് കണ്ടില്ലേ? മദീനയിലെത്തിയപ്പോൾ ഒരൊറ്റ ദീനാർ പോലും കയ്യിലില്ല. നറുക്ക് വീണ അൻസാരിയായ സ്വഹാബി, എനിക്ക് മദീന മാർക്കറ്റിൽ ഒരു കടയുണ്ട്, നാളെ നിങ്ങൾ വന്നോളൂ, എടച്ചുമരി വെച്ചിട്ട് പകുതി വസ്തു നിങ്ങൾക്കും പകുതി എനിക്കും കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞപ്പോ, അത് വേണ്ട, നിങ്ങൾ എനിക്കൊരു 20 ദീനാർ കടം തന്നാൽ മതി, കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചാലും മതി, ഞാൻ അങ്ങനെ അങ്ങ് ചെയ്ത് ജീവിക്കാം, ആദ്യം ലാഭം കിട്ടുമ്പോ നിങ്ങളെ കടം വീട്ടാം.
അങ്ങനെ ഹലാലായ കച്ചവടം ചെയ്ത് വികസിപ്പിച്ച് കിട്ടിയ സ്വത്തിൽ നിന്ന് എത്രയാണ് മഹാനവറുകൾ ധർമ്മം ചെയ്തത്. അങ്ങനെ ധർമ്മം ചെയ്യുന്നവരാണ് വൽ കാദിമീനൽ ഗൈദ്, ആ ദേഷ്യം ഒതുക്കി നിർത്തുന്നവരാണ്. ചില പണിയൊക്കെ കാണുമ്പോ ദേഷ്യം പിടിച്ചു പോകും, ഒതുക്കി നിർത്തിയിട്ട് സ്നേഹോപദേശം കൊടുക്കണം. ഭാര്യമാരോട് ദേഷ്യപ്പെടരുത്, ഉമ്മമാരോട് ദേഷ്യപ്പെടരുത്, ബാപ്പമാരോട് ദേഷ്യപ്പെടരുത്, പിടിച്ചു നിൽക്കണം. അവരെ ചില സംസാരങ്ങളൊക്കെ ദേഷ്യത്തിലേക്ക് നമ്മളെ നയിക്കും. പിടിച്ചു നിൽക്കണേ, സബർ ചെയ്ത് നിൽക്കണം, കടിച്ചു പിടിക്കണം. വൽ കാദിമീനൽ ഗൈദ്, ദേഷ്യം ഒതുക്കി നിർത്തുന്നവരാണ്. വൽ ആഫീന അനിന്നാസ്, ഇങ്ങോട്ട് അനാവശ്യം പറയുന്നവരോട്, ഇങ്ങോട്ട് എന്തെങ്കിലും അക്രമം ചെയ്യുന്നവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ മാപ്പ് നൽകുന്നവരാണ്. വിട്ടുവീഴ്ച നൽകിയിട്ട് അവരെ കൂടി നന്നാക്കുന്നവരാണ്. നല്ല സ്വഭാവങ്ങൾ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളെ മജ്‌ലിസ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ അവസാനിപ്പിക്കുകയാണ്. സമയം സാഹചര്യം എത്രയേ ഉള്ളൂ, പിന്നെ സമയം കിട്ടുമ്പോൾ ബാക്കിയൊക്കെ പറയാം. ആ ആയത്ത് വിശദീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. ഈ ഹദീസ് പറഞ്ഞപ്പോഴേക്ക് നേരമായി പോയി. സ്വർഗ്ഗക്കാരിൽ അല്ലാഹു നമ്മൾ ചേർത്തി തരട്ടെ. നരകത്തിൽ പോകുന്ന ഒറ്റ ഹതഭാഗ്യര കൂട്ടത്തിലും നമ്മളെയോ നമ്മളെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ശിഷ്യന്മാർ, സുഹൃത്തുക്കൾ ആരെയും അല്ലാഹു ഉൾപ്പെടുത്താതെ